എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഒഫീഷ്യലായി എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. കാരണം ഇത് നമ്മൾ പബ്ലിക്കിലേക്ക് കൂടി പോകുന്ന വീഡിയോ ആയതുകൊണ്ട് നിങ്ങളിപ്പോ എന്റെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ അറിയാം, എനിക്ക് നിങ്ങളെയും അറിയാം. പക്ഷെ പബ്ലിക്കിൽ പലർക്കും ഇനിയിപ്പോ അത് അറിയണമെന്നില്ല. അതുകൊണ്ട് അവരുടെയൊക്കെ ജസ്റ്റ് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ മാത്രമേ എനിക്ക് എന്നെ പറ്റി പറയാനുള്ളൂ. എന്റെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ദിനേശ് മുങ്ങത്ത്. ഞാൻ യുഎയിലാണ്. 25 വർഷമായി യുഎയിൽ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ ട്രെയിനിങ് മേഖലയിലും അതുപോലെ തന്നെ എഴുത്തിന്റെ മേഖലയിലും മൈൻഡ് ട്രെയിനർ എന്ന രീതിയിലും ഹാപ്പിനെസ് ലൈഫ് കോച്ച് എന്ന രീതിയിലും ഹാപ്പിനെസ് സക്സസ് കോച്ച് എന്നുള്ള സർട്ടിഫൈഡ് ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച, അതുപോലെ ലോ ഓഫ് അട്രാക്ഷൻ സർട്ടിഫൈഡ് ട്രെയിനറാണ്. ഇപ്പോൾ നിലവിൽ 4 പുസ്തകങ്ങളുടെ ഓഥറാണ്. ഇനി അടുത്ത 2 പുസ്തകങ്ങൾ കൂടി അടുത്ത മാസം വരും. അപ്പൊ 6 പുസ്തകങ്ങളാവും. ഒരുപാട് നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഒരുപാട് ക്ലാസ്സുകൾ, ട്രെയിനിങ് സെഷൻസുകൾ ദിവസവും എടുത്തുകൊണ്ടിരിക്കുന്നു. നിങ്ങളിലേക്ക് മാക്സിമം എത്താനുള്ള നിരന്തരമായ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മാനസികവും ശാരീരികവും സാമ്പത്തികവും എന്താ പറയാ, ബാക്കിയുള്ള എല്ലാ ഉന്നമനവും നേടിക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രം പറഞ്ഞ് നിർത്തുന്നു. ഞാൻ ബേസിക്കലി ഒരു ഇലക്ട്രോണിക്സ് ഗ്രാജുവേറ്റ് ആണ്. ഇപ്പോൾ അതിനുശേഷം ബിസിനസ് മാനേജ്മെന്റിലും അതുപോലെ തന്നെ സൈക്കോളജിയിലും പാരാസൈക്കോളജിയിലും ന്യൂറോ സയൻസിലുമൊക്കെ നല്ല താല്പര്യത്തോടു കൂടി അതിനെങ്ങനെ ചുഴിഞ്ഞിറങ്ങിക്കൊണ്ട് അതിന്റെ പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫ്യൂച്ചറിൽ എങ്ങനെയാണ് ഇവിടെ എത്തുന്നതൊന്നും പ്രത്യേകിച്ച് ഇപ്പൊ പറയുന്നില്ല. പക്ഷെ എനിക്ക് വ്യക്തമായൊരു കാഴ്ചപ്പാടുണ്ട്, വ്യക്തമായ ധാരണയുണ്ട് ഞാൻ എങ്ങോട്ടാ പോകുന്നതെന്ന്. വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ട്. അതിന്റെ ഒരു പടി എന്നതിലാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് 6 മാസം, 7ാമത്തെ മാസമാണ് ഞാൻ പൂർണ്ണമായിട്ടും ഫുൾ ടൈം പെയ്ഡ് കോച്ചായി മാറിയിട്ട്. അതുവരെ കോച്ചിങ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ കുറച്ച് ജസ്റ്റ് ഇൻ സർക്കിളും അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ പൂർണ്ണമായിട്ട് ഒരു പ്രൊഫഷണൽ, പെയ്ഡ് എന്ന് പറയുന്ന അർത്ഥമല്ല, പ്രൊഫഷണൽ ട്രെയിനറായി മാറിയിട്ട് കഴിഞ്ഞ എന്റെ ട്രാക്ക് റെക്കോർഡ് എന്ന് പറയുന്നത് നിങ്ങൾ യൂട്യൂബ് നോക്കിയാൽ കാണാം. നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ എന്റെ ജീവിതത്തിലും എന്റെ കൂടെ ഇത് പ്രാക്ടീസ് ചെയ്യുന്നവരുടെ ജീവിതത്തിലൊക്കെ വലിയ മാറ്റം ഉണ്ടാക്കാൻ സഹായിച്ചിട്ടുണ്ട് എന്നതും 6 മാസ കാലയളവിനുള്ളിൽ 60,000 ഇന്നിപ്പോ സ്റ്റേറ്റിൽ നിന്ന് കഴിഞ്ഞാൽ 59,869 സബ്സ്ക്രിപ്ഷനും 60,000 ചിലപ്പോൾ നിങ്ങൾ നാളെ ഇത് കേൾക്കുമ്പോൾ 60,000 സബ്സ്ക്രിപ്ഷൻ യൂട്യൂബിൽ ഉണ്ടാവുന്നു 6 മാസം കൊണ്ടെങ്കിൽ ഏത് രീതിയിലുള്ള പ്രവർത്തനമായിരിക്കും ഉണ്ടാവുക എന്ന് പ്രത്യേകിച്ച് നിങ്ങൾക്കിപ്പോൾ അതിന് യൂട്യൂബിന്റെ അല്ലെങ്കിൽ അതിന്റെ സോഷ്യൽ മീഡിയയിലെ അൽഗോരിതം അറിയാത്തത് കൊണ്ട് ചിലപ്പോൾ അതിൽ വലിയ സംഭവം ഉണ്ടെന്ന് തോന്നില്ലായിരിക്കും. പക്ഷെ അതറിയുന്നവൻ അറിയാം, അത് അത്ര കണ്ട് എളുപ്പമുള്ള ഒരു കാര്യമല്ല. അപ്പൊ ഇതിനൊക്കെ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന് പറയുന്ന പോലെ അങ്ങനെ ഒരു സമയത്തോട് എത്തിയിരിക്കുന്നു. പക്ഷെ എനിക്ക് വ്യക്തമായൊരു കാഴ്ചപ്പാടുണ്ട് എന്റെ ജീവിതത്തെ പറ്റിയിട്ടും. ഞാൻ പറയുന്ന എന്റെ കോൺസെപ്റ്റ് ഓരോ മനുഷ്യനും അവനവന്റെ ജീവിതത്തിന്റെ ശില്പിയും നിർമ്മാതാവുമാണ് എന്നുള്ള ഒരു 6-7 വർഷത്തെ എന്റെ നിരന്തരമായ ചിന്തയിൽ നിന്നും ഞാൻ അല്ലെങ്കിൽ ഞാൻ ഈ നിങ്ങൾ പിറകിൽ കാണുന്ന ഈ സാധനങ്ങളിലൂടെയൊക്കെ ആഴ്ന്നിറങ്ങിയപ്പോൾ നമ്മൾ രൂപാന്തരപ്പെട്ട ഒരു കോൺസെപ്റ്റ്. സന്തോഷത്തിലൂടെ മാത്രമേ ജീവിതത്തിൽ എന്തെങ്കിലും ആവാൻ പറ്റുള്ളൂ, നേടാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അതിനപ്പുറത്ത് സന്തോഷമാണ് ജീവിതത്തിന്റെ അർത്ഥം എന്ന് മനസ്സിലാക്കി വരികയും അത് ലക്ഷക്കണക്കിന് ആൾക്കാരിൽ എത്തിക്കുകയും ചെയ്യണം എന്നുള്ള ഒരു നിസ്വാർത്ഥമായിട്ടുള്ള ഇത് ഞാനായിട്ട് പറയുന്നതല്ല. ഈ മനുഷ്യകുലം ഉണ്ടായെന്ന് മുതൽ ഭഗവാൻ നേരിട്ട് വന്ന് അവതരിച്ചും പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. മനുഷ്യന് സഹജമായി വേണ്ടത് ഒന്ന് മാത്രമാണ്. അവനെപ്പോഴും സന്തോഷത്തിലേക്കുള്ള യാത്രയിലാണ്. അവനത് മനസ്സിലാക്കിയാൽ മാത്രം മതി, ബാക്കി അവിടെ എല്ലാ വിഷയങ്ങളും തീരും എന്നുള്ളത്. അപ്പൊ ആ ഒരു യാത്രയുടെ ഭാഗമായി എന്നെ പോലുള്ള ഒരുപാട് ആൾക്കാർ ഇവിടെ ആവശ്യമാണ്. ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഉണ്ട്, ഇനിയും ഒരുപാട് ആൾക്കാർ ആവശ്യമാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ എല്ലാ മനുഷ്യനും എല്ലാം ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ മോട്ടിവേറ്റ് ചെയ്യുകയും, അതായത് എംപവർ ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ആൾക്കാരും എംപവേർഡ് ആയ ആൾക്കാരും രണ്ടായിരിക്കും. എംപവേർഡ് ആയ ആൾക്കാർക്ക് ചിലപ്പോൾ മറ്റുള്ളവരെ എംപവറിങ് ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല. ഇത് രണ്ട് കലയാണ്. അപ്പോൾ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കാനും മോട്ടിവേറ്റ് ചെയ്യാനും പറ്റുന്ന ആൾക്കാരാണ് നമുക്ക് ആവശ്യം. അവർ മാത്രമാണ് സമൂഹത്തിൽ എന്തെങ്കിലുമൊക്കെ കുറിച്ച് കൊണ്ടുപോവാൻ പറ്റുന്നത് എന്നുള്ള ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനിപ്പോൾ എങ്ങനെയാണ്
ഈ കോച്ചിങ് തിരഞ്ഞെടുത്തതെന്നും കോച്ച് ചെയ്യുന്നതും എന്നുള്ള കോൺസെപ്റ്റ് മറ്റുള്ളവർക്ക് കൂടി പറഞ്ഞു കൊടുത്ത് നമുക്കൊരു നല്ലൊരു കമ്മ്യൂണിറ്റിയെ ബിൽഡ് ചെയ്ത് കൊണ്ടുപോകണം. ഞങ്ങളുടെ നമ്മൾ നിലവിലെ കമ്മ്യൂണിറ്റിയുടെ പേരാണ് ഹാപ്പിനെസ് മാസ്റ്ററി ഹബ്ബ് എന്ന് പറയുന്നത്. ഈ കമ്മ്യൂണിറ്റിയിൽ നിന്നുകൊണ്ടും അല്ലെങ്കിൽ ഇതുപോലുള്ള സമാനമായ കമ്മ്യൂണിറ്റികൾ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ലക്ഷക്കണക്കിന് ആൾക്കാരിലേക്ക് നമുക്ക് ഓരോ ആൾക്കാർക്ക് എത്താൻ പറ്റുമ്പോൾ, ഇപ്പൊ എനിക്ക് 5 വർഷം കൊണ്ട് 1 മില്യൺ ആൾക്കാരിലേക്കാണ് എത്താൻ സാധിക്കുന്നതെങ്കിൽ നിങ്ങൾ 10 പേര് കൂടി കൂടുതൽ ഉണ്ടാകുമ്പോൾ നിങ്ങൾ അതിനകത്ത് 5 വർഷം കൊണ്ട് ഒരു 500,000 ആൾക്കാരിലേക്ക് കൂടി എത്താൻ സാധിച്ചു കഴിഞ്ഞാൽ, നമ്മൾ 10 പേര് കൂടി കഴിഞ്ഞാൽ അവിടെ വീണ്ടും ഒരു എന്താ പറയുക 2.5 മില്യൺ ആൾക്കാരിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അപ്പോൾ ഞാൻ ചെയ്യുന്ന 1 മില്യനും നിങ്ങൾ എല്ലാവരും എഫേർട്ട് എടുത്ത് നിൽക്കുന്ന 2.5 മില്യൺ കൂടി 3.5 മില്യൺ ആൾക്കാരിലേക്ക് ടോട്ടൽ എത്താൻ പറ്റും എന്നുള്ള ടോട്ടൽ ആയിട്ടുള്ള ഒരു ടീം എഫേർട്ടിന് പറ്റിയ ഒരു ആൾക്കാരെ രൂപപ്പെടുത്താനുള്ള വളരെ എന്താ പറയുക ലളിതമായ ഒരു ശ്രമം മാത്രമാണ് ചെയ്യുന്നത്. അത് വലിയൊരു സംഭവമായിട്ടൊന്നും അല്ല. ഇത് എല്ലാവർക്കും സാധിക്കാവുന്നതാണ്. ഇതിനാകെ വേണ്ടത് 2 കാര്യങ്ങളാണെന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത്. നിങ്ങൾക്ക് ഈ 2 കഴിവുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതാവാൻ പറ്റും. എന്താണെന്ന കഴിവുകൾ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റൂ. 2 കഴിവുകൾ നിങ്ങൾക്ക് വേണം. ഈ 2 കഴിവുകളുള്ളവർക്ക് ഇത് സാധ്യമാണ്. ഒന്ന്, ഇതാവണമെന്നുള്ള തീവ്രമായ ആഗ്രഹം. എനിക്ക് ഇങ്ങനെ ആവണമെന്നുള്ള തീവ്രമായ ഒരു ആഗ്രഹമുള്ള ഒരാൾക്ക്. രണ്ടാമത്തെ എന്തായിരിക്കും? കറേജ് ടു ടേക്ക് ആക്ഷൻ. കറേജ് ടു ടേക്ക് ആക്ഷൻ. ആക്ഷൻ എടുക്കാൻ ഒരു കറേജ് ഉണ്ടാവണം. ഞാൻ ആവും എന്ന് പറഞ്ഞു തന്നിട്ട് കാര്യമില്ല. കറേജ് ടു ടേക്ക് ആക്ഷൻ എന്ന് പറയുന്ന സാധനം, ഇത് രണ്ടുണ്ടായാൽ മാത്രമേ, ബാക്കി ഒന്നും വേണ്ട. എഴുതാനും വായിക്കാനും പോലും അറിയണ്ട, അതുപോലും വേണ്ട. ഞാൻ അത്രയും പറഞ്ഞു. അല്ലെങ്കിൽ പറയുന്നത് എഴുതാനും വായിക്കണം വേണ്ട, എഴുതാനും വായിക്കാനും വേണം അറിയുന്നില്ല, നമ്മള് പറയാൻ അറിഞ്ഞാൽ മതി എന്നുള്ളതാണ്. അത്ര സിമ്പിൾ ആയിട്ട്. അത് ഞാൻ അങ്ങനെ പറയുന്നില്ല, കുറച്ച് അറിയില്ല, അത്രയും ഈ 2 കാര്യം നമുക്കുണ്ടായാൽ മാത്രം മതി. ഇതെല്ലാവർക്കും ഉണ്ടല്ലോ. ഇത് നിങ്ങൾ എല്ലാവർക്കും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം, നിങ്ങൾക്ക് പഠിക്കാം, വളരെ ലളിതമായി നിങ്ങൾ ട്രെയിൻ ചെയ്തെടുക്കാം. പക്ഷെ എന്തു ഞാൻ ട്രെയിൻ ചെയ്യിപ്പിച്ചാലും ഇത് ഡെലിവറി ചെയ്യേണ്ടത് നിങ്ങളാണെന്നുള്ള ബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രം മതി. ബാക്കിയൊക്കെ നമ്മൾ ഏത് കുട്ടീനെ വേണമെങ്കിലും ട്രെയിൻ ചെയ്തെടുക്കാനുള്ള ദൈവം എന്താ പറയാ, ദൈവം ആ ഒരു കഴിവ് തന്നിട്ടുണ്ട്. ഏത് കുട്ടിയെ വേണമെങ്കിലും ട്രെയിൻ ചെയ്തെടുക്കുക. അതുകൊണ്ട് 100% നിങ്ങൾക്ക് എല്ലാവർക്കും അതിനകത്ത് സാധിക്കുമെന്നുള്ളത്. എനിക്കാവാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ആവാൻ പറ്റും. എനിക്കാവാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്കും ആവാൻ പറ്റില്ല എന്ന് ഞാൻ പറയും, നിങ്ങൾ പറയില്ല. തിരിച്ച് നിങ്ങളും പറഞ്ഞാൽ മതി. അതുപോലെ എനിക്കാവാൻ പറ്റുമെങ്കിൽ നിങ്ങളെ ആക്കാൻ പറ്റും. അപ്പൊ ഞാൻ റഫീഖിനോട് ഈ കാര്യം പറയുമ്പോൾ റഫീഖ് മറ്റൊരു കാര്യം എനിക്ക് ഇങ്ങോട്ട് തരുമ്പോൾ എനിക്ക് ഉയരാൻ പറ്റും. അങ്ങനെ നമ്മൾ ഒരു ടീം വർക്കിലൂടെ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പൊ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ആർജിച്ചെടുത്ത മനസ്സിലാക്കിയെടുത്ത കാര്യങ്ങളൊക്കെ എനിക്ക് മറ്റുള്ളവർ പകർന്നു കൊടുക്കാൻ വളരെ സന്തോഷമുള്ള കാര്യമാണ്. ആ പകർന്നു കൊടുക്കലിലൂടെ നിങ്ങൾക്കും അത് എടുക്കുകയും തിരിച്ച് വീണ്ടും നിങ്ങൾ പകർന്നു കൊടുക്കുകയും ചെയ്യുമ്പോൾ വിദ്യാധനാം സർവധനാൽ പ്രധാനം എന്ന് പറയുന്നത്, വിദ്യ ലഭിക്കുന്നത് മറ്റൊരുവന് തിരിച്ചു കൊടുക്കുമ്പോൾ മാത്രമേ യഥാർത്ഥ വിദ്യയായി മാറുന്നുള്ളൂ. അല്ലെങ്കിൽ അത് ആ വിദ്യയായി മാറും. അതുകൊണ്ട് തന്നെയാണ് നമ്മളെപ്പോഴും നിങ്ങൾക്ക് ഞാൻ ആക്ച്വലി കോച്ച് ദ കോച്ച് പ്രോഗ്രാം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ എന്റെ എല്ലാ ക്ലാസ്സുകളും ചെയ്യുന്നത് എന്തിനാണെന്ന് ഞാൻ പലപ്പോഴും ചോദിച്ചിട്ട് നിങ്ങളോട്. യഥാർത്ഥ പലപ്പോഴും ചോദിച്ച കാര്യം ഇപ്പോൾ അതുപോലെ തിരിച്ചു ഇങ്ങോട്ട് ചോദിക്കാം. വൈ ഷുഡ് ഐ കോച്ച് പീപ്പിൾസ്? ഞാൻ എന്തിനാണ് പുതിയ കോച്ചിനെ കോച്ച് ചെയ്യുന്നത്? നിങ്ങൾക്കത് ആൻസർ പറയാൻ പറ്റുമോ? വൈ ഷുഡ് ഐ കോച്ച് ദ പീപ്പിൾസ്? ആൻസർ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കി. എന്തിനായിരിക്കും? അൺമ്യൂട്ട് ചെയ്ത് വേണ്ട. എന്തിനായിരിക്കും ഞാൻ മറ്റുള്ളവരെ കോച്ച് ചെയ്യുന്നത്? ടൈപ്പ് ചെയ്ത് നോക്കട്ടെ. എല്ലാവരും അത്ര ഇവിടെ ടൈപ്പ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരല്ലല്ലോ എല്ലാവരും. നോക്കട്ടെ. ഫൈൻഡ് മോർ പീപ്പിൾ ടു കോച്ച് അതേഴ്സ്. അതൊന്നുമല്ല, അത് മറ്റൊരു കാര്യമാണ്. ഞാനെന്തിനാ കോച്ച്? അത് കോച്ച് ചെയ്യാൻ പല ആൾക്കാരുണ്ട്. ഞാനെന്തിനാണ് കോച്ച് ചെയ്യുന്നത്? വൈ ഷുഡ് ഐ ഡു? ചിന്തകൾ. ഇവിടെയാണ് ചിന്തകൾക്ക് എന്തോ നേരത്തെ പറഞ്ഞത്, അതെ ഹിപ്നോസിസ് ക്ലാസ്സിൽ പറഞ്ഞ പോലെയാണ്. എന്തോ ഒരു പരിപാടി വെച്ചിട്ട് സാർ, നോട്ട് എ പാഷൻ. പാഷൻ ആൾസോ ഇതിൽ. യെസ്, പോരാ, കുറെ ആൾക്കൊന്നും വന്നിട്ടില്ല, വരാൻ നിൽക്കുന്നു. ഞാൻ സെലിബ്രിറ്റി കോച്ചായി ഫേമസ് ആണ്, അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് ഇഷ്ടപ്പെട്ടു. അതല്ല, നല്ല ലക്ഷ്യമുണ്ട്. ഗിവിംഗ് ന്യൂ ഇൻഫർമേഷൻ ആൻഡ് ചേഞ്ചിങ് ദ പീപ്പിൾസ്, അതൊക്കെ ഇതായിരിക്കും. പക്ഷെ എന്റെ യഥാർത്ഥ ഉദ്ദേശം അതല്ല. ടു നോ മോർ ഐഡിയ ഹൗ ടു കോച്ച് അതേഴ്സ്, അല്ലെങ്കിൽ ടു ലേൺ മോർ.
അത്ര സിമ്പിൾ ആയിട്ട് പറഞ്ഞ പുതിയ കാര്യം പഠിക്കാൻ അല്ലേ? ഇതല്ലേ ശരിക്കുള്ള പരിപാടി. നിങ്ങൾ ഓരോ ആളെയും കോച്ച് ചെയ്യുന്ന എങ്ങനെയെന്ന് ഞാൻ പഠിക്കുമ്പോൾ എനിക്ക് കൂടുതൽ കൂടുതൽ പഠിക്കല്ലേ ചെയ്യുന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം നോബഡി ഈസ് ഒരാളും ഇവിടെ പൂർണ്ണരല്ല, ഒരാളും ഇവിടെ ബെസ്റ്റ് അല്ല, ഒരാളും ഇവിടെ കുറവുമല്ല. ഞാൻ എന്റെ ട്രെയിനിങ് കംപ്ലീറ്റ് ആയിട്ട് ആസ് ഇറ്റ് ഈസ് കോപ്പി പേസ്റ്റ് ചെയ്താൽ റഫീഖിൽ ഇംപ്ലിമെന്റ് ചെയ്താൽ ഇറ്റ് വിൽ വർക്ക് ഓർ നോട്ട് വർക്ക്? ഇറ്റ് വിൽ നോട്ട് വർക്ക്. ബിക്കോസ് എവറി ഇൻഡിവിജ്വൽസ് ആർ ഡിഫറെന്റ്, അല്ലെ? യൂണിക് ആണെന്ന് പറയും. അപ്പോൾ എങ്ങനെയാണ് അജ്മിയെ ചെയ്യുന്നതും എങ്ങനെയാണ് രാധിക ചെയ്യുന്നതും എങ്ങനെയാണ് പ്രസീദ് ചെയ്യുന്നതും എങ്ങനെയാണ് ആശയ ചെയ്യുന്നതും ഇത് ഡിഫറെന്റ് ആയിട്ട് നിൽക്കുമ്പോൾ ഞാൻ 10 പേരെ കോച്ച് ചെയ്യുമ്പോൾ ഐ ആം ഗെറ്റിംഗ് 10 മോർ അഡീഷണൽ വാല്യൂ ഓൺ മൈ ജേർണി, ഇല്ലേ? ഇതെല്ലാവരും സമ്മതിക്കില്ല. എല്ലാവരും പറഞ്ഞ നേരെ തിരിച്ചാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ അതുപോലെ പ്രാക്ടീസ് ചെയ്തോളൂ. നോ, ഇറ്റ്സ് ഡസന്റ് വർക്ക്. ഞാൻ പറയുന്നത് ഒരിക്കലും വർക്ക് ചെയ്യില്ല. ഞാൻ പറയുന്നു ഇതുപോലെ നിങ്ങൾ ചെയ്തോളൂ, അങ്ങനെ ഒരിക്കലും വർക്ക് ചെയ്യുകയില്ല. ഞാൻ മൗസ് റൈറ്റ് ഹാൻഡിൽ പിടിച്ചിട്ട് ഡ്രോയിങ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്റെ ഡിസൈൻ ചെയ്യുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ലെഫ്റ്റ് ഹാൻഡിൽ പിടിച്ചായിരിക്കും ചെയ്യുന്നതെങ്കിൽ ഞാൻ റൈറ്റിലോട്ട് മൂവ് ചെയ്യുമെന്ന് പറയുന്ന കർസർ നിങ്ങൾ ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യേണ്ടി വരും. യു ഗോട്ട് ദ പോയിന്റ്. വളരെ വളരെ ഈസിയാണ് ഈ സാധനം. നമ്മൾ ഒരു ഡ്രോയിങ് ചെയ്യുമ്പോൾ ഞാൻ പറയുന്നു നിങ്ങൾ ഈ പിക്ചർ ഇൻസേർട്ട് ചെയ്ത് ഇങ്ങോട്ട് വെക്കൂ എന്ന് പറയുമ്പോൾ ഞാൻ എന്താ അപ്ലോഡ് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുന്നതിന് പകരം ഇന്നലെ എന്റെ ഒരു കുട്ടി എന്നെ കാണിച്ചു തന്നതാ. ഞാൻ ഞെട്ടിപ്പോയി ഇരുന്നിട്ട്. ഞാൻ അവനോട് പറയാണ് ഈ പിക്ചർ ഇൻസേർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാന്ന് പറയുമ്പോൾ അവൻ പറഞ്ഞു ഓക്കെ സാർ ഞാൻ ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്. അവൻ ഡെസ്ക്ടോപ്പിൽ ആ സാധനം വലിച്ചിട്ട് ഇങ്ങോട്ട് വരുത്തിട്ടു. ഞാൻ ഈ അപ്ലോഡും ഡൗൺലോഡിന്റെ സമയം എന്റെ സമയം പോയി. അവൻ ഒരു നിമിഷത്തിൽ വലിച്ചിട്ട് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞു. ലേൺ ഫ്രം ന്യൂ പീപ്പിൾസ്. ഓൾവേസ് there is സംതിങ് ടു ലേൺ. അപ്പൊ ഇത് ഒരു കാര്യം. ഓക്കെ, ഇനി ഞാൻ സബ്ജക്റ്റിലേക്ക് വരാം. ഞാൻ കോച്ച് ദ കോച്ച് പ്രോഗ്രാം 4 സെഷൻസ് ആയിട്ടാണ് ചെയ്യാൻ വെച്ചത്. 4 ഫേസുകളായിട്ടാണ് ചെയ്യുന്നത്. ഒറ്റ സ്ട്രെച്ചിൽ പോവില്ല. കാരണം ഒറ്റ സ്ട്രെച്ചിൽ നമ്മൾ ഇത് എടുത്താൽ ഇതൊരു ഹെവി ആണ് പ്രോഗ്രാം. കോച്ച് ദ കോച്ച് പ്രോഗ്രാം തന്നെ 1 ഡേ ചെയ്തിട്ട് നിങ്ങൾ കോച്ചായി പോയിക്കോളൂ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നെവർ ഗോയിങ് ടു പോസിബിൾ പീപ്പിൾ. ബിക്കോസ് അതിന്റെ ഒബ്സ്റ്റാക്കിൾസ് നമുക്ക് അറിയാത്തത് കൊണ്ടാണ്. നമ്മളൊരു കോച്ച് ആവണമെങ്കിൽ ആ കോച്ചിങ് മേഖല മാത്രം നമ്മൾ അറിഞ്ഞാൽ പോരാ, അതിന്റെ സറൗണ്ടിങ് കൂടി അറിയണം. അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് കോച്ച് ആവാൻ പറ്റില്ല. പലരും കോച്ചിങ് പഠിക്കുന്നുണ്ട്, അവരെ പറ്റി നമ്മൾ പറയുന്നില്ല. കോച്ചിങ് പറയുന്നത് കണ്ടന്റ് എഴുതാൻ അറിയാം, അല്ലെങ്കിൽ ഒരു ഡിസൈൻ ചെയ്യാൻ അറിയില്ല, എങ്കിൽ വി ഹാവ് ടു ഡിപ്പെൻഡ് സംബഡി എൽസ്. കോച്ച് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഇൻഡിപെൻഡന്റ് ആയി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യാൻ പറ്റുന്നവരാണ് യഥാർത്ഥ കോച്ച് എന്ന്. അപ്പോൾ നമ്മൾ ഓരോ ഫേസ് ബൈ ഫേസ് ആയിരിക്കണം പോകുന്നത്. ആദ്യം ഫേസ് നമ്പർ 1 നമ്മളൊരു ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യും. ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നീഷ് സെലക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാവർക്കും എല്ലാത്തിലും കോച്ചാവാൻ പറ്റുമോ? നോ ബഡി ക്യാൻ ഡു ഇറ്റ്. എല്ലാവർക്കും എല്ലാത്തിലും കോച്ചാവാൻ പറ്റില്ല. നമുക്ക് ചില മേഖലകളിലേ പറ്റുള്ളൂ. അങ്ങനെ തന്നെ ഫോക്കസ് ചെയ്യും വേണം. അപ്പോൾ നമ്മുടെ മേഖല ഏതാണ് എന്ന് കണ്ടെത്തുക എന്ന് പറയുന്ന മർമ്മപ്രധാനമായ കാര്യമാണ്. ഒരു 2 വർഷം ഒരു മേഖലയിൽ നിന്നിട്ട് 3-ാമത്തെ വർഷം മറ്റൊരു മേഖലയിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഈ 2 വർഷം ചെയ്ത ഇൻവെസ്റ്റ്മെന്റ് മുഴുവൻ പോകും. അപ്പോൾ കൃത്യമായി നമ്മളെ നീഷ് ഫൈൻഡിങ് എന്ന് പറയുന്നത്, നീഷ് സെലക്ഷൻ എന്ന് പറയുന്നത് വളരെ ഫണ്ടമെന്റൽ ആയ കാര്യമാണ്. അതാണ് ഫേസ് നമ്പർ 1. അതിൽ നമ്മൾ നമ്മുടെ കൃത്യമായ ഒരു ബ്രാൻഡിങ് ബിൽഡപ്പ് ചെയ്യും, സോഷ്യൽ മീഡിയ സെറ്റപ്പ് ചെയ്യും. അത് എന്തുകൊണ്ട് ഞാനിത് പാഷനേറ്റ്, എന്താണ് എന്റെ പാഷൻ ഈ ചെയ്യാനുള്ളതെന്ന് കൃത്യമായി ഡെഫിനിഷൻ ഉണ്ടാക്കും. ആ ഡെഫിനിഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിലൂടെ യാത്ര ചെയ്യാൻ വളരെ എളുപ്പമാണ്. എന്തൊക്കെ ഒബ്സ്റ്റാക്കിൾസ് നമുക്ക് ഇതിൽ വരാൻ സാധ്യതയുണ്ടെന്ന് മുൻകൂട്ടി നമ്മൾ ഡിസൈഡ് ചെയ്യും. അങ്ങനെ ആ സാധ്യതകളെ നമ്മൾ കൃത്യമായി ഹോംവർക്ക് ചെയ്ത് കറക്റ്റ് ചെയ്ത് വെക്കും. ഏതൊക്കെ സ്കില്ലുകൾ എനിക്ക് ഇതിനകത്ത് വേണം, നീഷ് സെലക്ഷൻ ചെയ്തു കഴിഞ്ഞാൽ ഏതൊക്കെ സ്കില്ലുകൾ നമുക്ക് ഇതിൽ വേണമെന്ന് ഫൈൻഡ് ചെയ്ത് നോക്കും. ആ സ്കില്ലിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യും. 4-മതായി ഇതിന്റെ ഈ നിഷിന്റെ എത്രത്തോളമാണ് ഡിമാൻഡ് മാർക്കറ്റിൽ. വി ഷുഡ് നോ ദാറ്റ് വാട്ട് ഈസ് ദ ഡിമാൻഡ് മൈ നിഷ് ഇൻ ദ മാർക്കറ്റ്. ഇത് കൃത്യമായി മനസ്സിലാക്കിയാൽ മാത്രമേ, അതിന് വെറുതെ വെള്ളത്തിൽ വരച്ച വരവേലയായിട്ട് കാര്യമില്ലല്ലോ അല്ലേ? നമ്മൾ കോച്ച് ചെയ്യുന്ന ആ കോച്ചിനകത്ത് എന്താണ് നമുക്ക് ഉദ്ദേശം? വി ഹാവ് സം മോണിറ്ററി ബെനിഫിറ്റ്. അതുപോലെ തന്നെ നമുക്ക് എല്ലാ കാര്യത്തെ ബെനിഫിറ്റ് ഉണ്ടാവണം. അല്ലെങ്കിൽ വെറുതെ കോച്ചിങ് ചെയ്തിട്ട് കാര്യമുണ്ടോ? 10 പേര് വരാത്ത ക്ലാസ് എടുത്തിട്ട് എന്താ കാര്യമുള്ളേ? നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ആൾക്കാരുടെ വേണം, ആൾക്കാരുടെ ആവശ്യം ഉണ്ടായിരിക്കണം. ദാറ്റ് ഷുഡ് ബി ഡിമാൻഡ് ഇൻ ദ മാർക്കറ്റ്. ഇത് ഫൈൻഡ് ചെയ്യണം. ഈ കാര്യങ്ങൾ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ ആദ്യത്തെ സെഷനിൽ പഠിക്കും. ഇത് 1 മാസം 1.5 മാസം സമയം എടുക്കും ഇതൊന്ന് പഠിച്ച് റെഡിയാക്കി എടുക്കാൻ, നമ്മൾ ഫൈൻഡ് ചെയ്ത് റെഡിയാക്കി എടുക്കാനായിട്ട്. 1.5 മാസം 2 മാസമൊക്കെ അവർ മിനിമം എടുക്കും, ഇല്ലാന്നും പറ്റൂല. അപ്പൊ അവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾക്ക് ഏത് എക്സാമ്പിൾ, ഏത് നിഷാണ് നമ്മുടെ, അത് മണി കോച്ചിങ് ആവാം,
കരിയർ കോച്ചിങ് ആവാം, ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് കോച്ചിങ് ആവാം, റിലേഷൻഷിപ്പ് കോച്ചിങ് ആവാം, ബിസിനസ് ആൻഡ് സെയിൽ കോച്ചിങ് ആവാം, ലോ ഓഫ് അട്രാക്ഷൻ ആൻഡ് മാനിഫെസ്റ്റേഷൻ കോച്ചിങ് ആവാം. ഇതൊക്കെയാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ളത്. മറ്റു മേഖല ഇല്ല എന്നല്ല, ഇതാണ് ട്രെൻഡിങ് ആയിട്ടുള്ളത്. അങ്ങനെ ഏതാണോ നമ്മൾ സെലക്ട് ചെയ്യുന്നത് കൃത്യമായി ഡിസൈൻ ചെയ്തെടുക്കും. ഇത് എടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ എടുക്കുന്നത്, ഇത് ആദ്യം നമ്മൾ ഫൈൻഡ് റെഡി ആയി കഴിഞ്ഞാൽ ഫേസ് നമ്പർ 1 തന്നെ പിന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് യൂണിക് സെല്ലിംഗ് USP നമ്മൾ ഫൈൻഡ് ചെയ്യുന്നത്. യൂണിക് സെല്ലിംഗ് പ്രൊപ്പോസിഷൻ എന്ന് പറയുന്ന സാധനമുണ്ട്. നമ്മൾ ഈ പ്രൊഡക്റ്റിന് എങ്ങനെ നമ്മൾ വിൽക്കും മാർക്കറ്റിൽ, എന്ത് സ്റ്റെപ്പാണ് നമ്മൾ എടുക്കേണ്ടത്, ഏത് സ്ട്രാറ്റജിയിലൂടെയാണ് നമുക്ക് ഇത് വിൽക്കാൻ പറ്റുക, എന്റെ പ്രൊഡക്റ്റിന്റെ പ്രൈസ് നിർണ്ണയിക്കുന്നതിന് ഘടകം എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ട് ഏത് മെത്തേഡ് ഓഫ് കോച്ചിങ് ആണ് ഞാൻ ചെയ്യുന്നത്. ചില ആൾക്ക് സൂമിൽ കംഫർട്ട് ആയിരിക്കും, ചിലർക്ക് സൂം ചെയ്യാൻ പറ്റില്ല, ചിലർക്ക് ഫേസ് ടു ഫേസ് ആയിരിക്കും കംഫർട്ടബിൾ, മറ്റു ചില ആൾക്ക് ലൈവ് സെഷൻ ആയിരിക്കും കംഫർട്ടബിൾ, മറ്റു ചില ആൾക്ക് ഓഡിയോ ആയിരിക്കും കംഫർട്ടബിൾ, മറ്റു ചിലർക്ക് വാട്സപ്പിലൂടെ മാത്രമേ സാധിക്കുള്ളൂ ആയിരിക്കും. സോ വി ഷുഡ് ഫൈൻഡ് ഇറ്റ് യൂണിക്. നമ്മുടെ USP നമ്മൾ ഫൈൻഡ് ചെയ്യും. USP ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റേജ് നമ്പർ 1 USP ആണ്. പിന്നെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. എല്ലാം വിലക്ക് പറ്റില്ല. ചിലർക്ക് ക്യാമറ ഓൺ ചെയ്തിരിക്കാൻ ഇപ്പോഴും ഫിയർ ഉള്ളവരുണ്ടാവും അല്ലെ. നമ്മളിപ്പോ ഈ സെഷനിൽ തന്നെ ക്യാമറ ഓൺ ചെയ്യാത്ത കുറെ ആൾക്കാരുണ്ടല്ലോ. ഇല്ലല്ലോ, എല്ലാവരും ക്യാമറ ഓൺ. വെരി ഗുഡ്, ഗുഡ് പീപ്പിൾസ്. അപ്പോ ക്യാമറയുടെ ഫിയർ എല്ലാവർക്കും ഉണ്ട്. ഒരുപാട് ആൾക്കാർക്കുണ്ട്. ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ വന്നതിന് ശേഷം കുറെയൊക്കെ ക്യാമറ ഫിയർ കഴിഞ്ഞവരായിരിക്കും. ക്യാമറ ഫിയർ ഉണ്ടാവും, ഓഡിയോ, നമുക്ക് ക്യാമറ മുമ്പിലെത്തും സംസാരിക്കാൻ പറ്റില്ല. ഇനി അതിന്റെ മൂന്നാമത്തെ സ്റ്റെപ്പാണ് ഹൗ ടു ക്രിയേറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ പ്രസൻസ് ഇല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യമില്ല. വെറുതെ പ്രസൻസ് ഉണ്ടാക്കിയാൽ മതിയോ? കൃത്യമായ നമ്മുടെ പ്രൊഡക്റ്റിനെ പറ്റിയിട്ട്, നമ്മളെ നിഷിനെ പറ്റിയിട്ടുള്ള സെലക്ഷൻ ചെയ്യുന്ന രീതിയിലുള്ള സോഷ്യൽ മീഡിയ അവയർനെസ് നമ്മൾ ഉണ്ടാക്കണം. ഇതിന് പറയുന്ന പേരാണ് ഡിജിറ്റൽ അസറ്റ് ക്രിയേഷൻ എന്ന് പറയും. ഡിജിറ്റൽ അസറ്റുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അത് സോഷ്യൽ മീഡിയ അക്കൗണ്ട് തുടങ്ങാൻ അറിഞ്ഞിരിക്കണം, അതിൽ ഓരോ ഡിസൈൻ അറിഞ്ഞിരിക്കണം, ഇൻസ്റ്റയിൽ എങ്ങനെയാണ് ചെയ്യുന്നത്, ഇൻസ്റ്റയിൽ എന്ത് ഹാഷ് ടാഗുകളാണ് വർക്ക് ചെയ്യുക, ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുന്നതിന്റെ സിസ്റ്റം എന്താണ്, അതുപോലെ തന്നെ ഫേസ്ബുക്കിലേക്ക് പോകുമ്പോൾ ഏത് സ്ട്രാറ്റജിയാണ് വർക്ക് ചെയ്യുന്നത്, യൂട്യൂബിലേക്ക് പോകുമ്പോൾ ഏത് സ്ട്രാറ്റജിയാണ് വർക്ക് ചെയ്യുന്നത്, അതുപോലെ തന്നെ നമ്മൾ എന്താണ് പറയുക, ഇപ്പൊ 3 അതാണ് പ്രധാനമായിട്ട്. ലിങ്ക്ഡിനിൽ പോകുമ്പോൾ ഏത് സ്ട്രാറ്റജിയാണ് നമുക്ക് ഡെവലപ്പ് ചെയ്യുന്നത്, അതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ കോണ്ടന്റ് 30 days അല്ലെങ്കിൽ 60 days കോണ്ടന്റ് കൃത്യമായ ഒരു പ്ലാൻ നമ്മളിൽ ഉണ്ടായിരിക്കണം. ഇത് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആണ്. അവിടെ സോഷ്യൽ മീഡിയയിൽ വരുമ്പോഴാണ് നമുക്ക് രണ്ടാമത് വരുന്നത് സോഷ്യൽ മീഡിയ ഹാൻഡിലിംഗ് ചെയ്യാനുള്ള സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ടെക്നിക്സ് പഠിക്കണം. അപ്പോൾ അതിൽ വരും എങ്ങനെയാണ് ഒരു പോസ്റ്റർ ക്രിയേഷൻ, എങ്ങനെയാണ് ഒരു ഫോണ്ട് ക്രിയേഷൻ, എങ്ങനെയാണ് ഒരു വീഡിയോ ക്രിയേഷൻ, ഹൗ ടു എഡിറ്റ്, ഹൗ ടു ക്രിയേറ്റ് എ വീഡിയോ, അല്ലെങ്കിൽ ഹൗ ടു യൂസ് AI ഫോർ അവർ ബിസിനസ്, AI എങ്ങനെ ഉപയോഗിക്കാം, AIയുടെ സാധ്യതകൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ കൃത്യമായി പഠിപ്പിച്ചിട്ട് പോകും. AI ഉപയോഗിക്കാൻ പഠിപ്പിക്കും. ഇന്ന് AI ഉള്ളതുകൊണ്ട് നമ്മുടെ 50% അല്ല, 80% വർക്കും AI ചെയ്തത്. 80% വർക്കും ഉപയോഗിക്കാൻ, ഈവൻ ഡിസൈൻ അടക്കം AI ചെയ്യുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് അതിനെ എങ്ങനെ യൂസ് ചെയ്യാൻ വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു AIയോട് പറഞ്ഞു ഒരു കവിത എഴുതുന്നു പറഞ്ഞു, AI കവിത എഴുതി, AIയോട് പറഞ്ഞു പാട്ട് പാടാൻ പറഞ്ഞു, AI പാട്ട് പാടി, AI അയച്ചു തന്നു. ഒന്നും ചെയ്യണ്ട, നിങ്ങൾ ഒരു കാര്യം മാത്രം പറഞ്ഞാൽ മതി AIയോട്, എനിക്ക് ഇന്നത് വേണമെന്ന് പറഞ്ഞാൽ മതി, ബാക്കിയെല്ലാം AI ചെയ്തോളൂ. പക്ഷെ ചെയ്തതിനെ നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റണമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഈ സംസാരം മുഴുവൻ ആരായിരിക്കും എനിക്ക് എഴുതി തന്നിട്ടുണ്ടാവുക? ഞാൻ എഴുതിയൊന്നല്ല, 5 മിനിറ്റ് കൊണ്ട് AI എഴുതി തന്നതാണ് ഈ പറയുന്നത്. ഞാൻ ആവശ്യം പറഞ്ഞു AI എഴുതി തരും, 5 മിനിറ്റ് സമയമുള്ളൂ, എനിക്ക് അത്രയും സമയമുള്ളൂ, എനിക്ക് 5 മിനിറ്റ് കൊണ്ട് പറഞ്ഞത്. ഇതൊക്കെ നിങ്ങൾക്ക് ആർക്കും സാധ്യമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കറങ്ങിട്ടുണ്ടായാൽ മതി. ഇനി രണ്ടാമത്തെ ഫേസ് ഇത് കഴിഞ്ഞ് ഇത്രയും സെറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്ലോറിലേക്ക് ഇറങ്ങാം, നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം പരിപാടി. ഇൻകം ജനറേഷൻ ആയില്ലെങ്കിലും ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇത് നിങ്ങളുടെ ബിസിനസ്സിനെ നിങ്ങൾക്ക് അടുത്ത സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. ഈ സെല്ലിംഗ് പ്രോസസ്സ് വെച്ചുകൊണ്ട് നിങ്ങളുടെ ഇൻകം ജനറേഷൻ അവിടെ സാധിക്കും ചെറിയ രീതിയിലാവുമ്പോൾ. ഇനി ഫേസ് നമ്പർ 2, അത് അടുത്ത സൈക്കിളിൽ വരുന്നതാണ് നമ്മുടെ അസറ്റ് ക്രിയേഷൻ, ബ്രാൻഡിന്റെ അതോറിറ്റി ഒക്കെ വരുന്നത്. അസറ്റ് ക്രിയേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യും, നമ്മൾ നമ്മുടെ റീൽസുകൾ ക്രിയേറ്റ് ചെയ്ത് വെക്കും, നമ്മളുടെ ടെസ്റ്റിമോണികൾ നമ്മൾ റെഡിയാക്കി വെക്കും. അങ്ങനെയുള്ള അസറ്റ് ക്രിയേഷൻ. അതുപോലെ തന്നെ നമ്മുടെ മൈൻഡ് സെറ്റിനെ ഷിഫ്റ്റ് ചെയ്യും. നേരത്തെ ഉണ്ടാവുന്ന സാമ്പത്തികവും മാനസികവുമായുള്ള മൈൻഡിനെയൊക്കെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ലിമിറ്റിംഗ് ബിലീഫ് സിസ്റ്റത്തിന് പുറത്ത് കിടക്കും. രണ്ടാമത് അത് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു ഡെയിലി റുട്ടീൻസ്, കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്, അപ്പോഴാണ് നമ്മൾ ഫേസ് ചെയ്യുക
അയ്യോ ഇതൊക്കെ ചെയ്യണമെന്നുണ്ട്, എനിക്ക് എന്റെ കൺസിസ്റ്റൻസി നടക്കുന്നില്ലല്ലോ എന്ന് പൊങ്ങി വരുന്ന അപ്പോഴാണ്. അതുവരെയൊക്കെ പൊക്കളയും സോഷ്യൽ മീഡിയ പോസ്റ്റിംഗ് ഒക്കെ പറയും. പക്ഷെ എല്ലാ ദിവസവും ആദ്യം ഞാൻ രാവിലെ ഫേസ്ബുക്ക് കൃത്യസമയത്ത് പോസ്റ്റ് ചെയ്തോളും സാർ എന്ന് പറയും. 5 മണിക്ക് എഴുന്നേക്കും, 5:30, 5 മണിക്ക് ഉണ്ടാക്കുക സാധനം, 5:30 പോസ്റ്റ് ചെയ്യും. പക്ഷെ 2 മാസം കഴിയുമ്പോൾ പറയും ആരും കാണുന്നില്ല കേട്ടോ, വെറുതെ എന്തിനാ പോസ്റ്റ് ചെയ്യുന്നതെന്ന് പറയും. അവിടെ നിർത്തും. ലിമിറ്റിംഗ് ബിലീഫ് സിസ്റ്റം നമ്പർ 1 അല്ലേ? വീഡിയോ ചെയ്തു, എല്ലാ ദിവസവും നല്ല സന്തോഷത്തിൽ വീഡിയോ ചെയ്തു, 10 പേര് വ്യൂ മാത്രമേ ഉള്ളൂ, അതിനപ്പുറത്തേക്ക് മുന്നോട്ട് പോകുന്നില്ല. പിന്നെ വീഡിയോ ചെയ്യാൻ വേണ്ടി ഇരിക്കുമ്പോൾ പറയും എന്തിനാ ഇപ്പൊ ചെയ്യുന്നത്, ആരും കാണുന്നില്ല. ലിമിറ്റിംഗ് ബിലീഫ് സിസ്റ്റം ഓപ്പൺ ആയി. അവിടെയാണ് മൈൻഡ് ഷിഫ്റ്റ് തുടങ്ങുന്നത്. ഫേസ് നമ്പർ 2 അതിന് പ്ലാൻ ചെയ്ത് എങ്ങനെ സ്കെയിൽ ചെയ്യും, എങ്ങനെ വെൽത്ത് പ്ലാൻ ഉണ്ടാക്കും എന്ന് കൃത്യമായി പറഞ്ഞ് നമ്മൾ പോകുമ്പോൾ നെക്സ്റ്റ് പറയും ആൾക്കാര് എന്തോ ഒരു സാധനം ഇയാൾ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ബ്രാൻഡിങ് ചെയ്യാമായിരുന്നു എന്ന് പറഞ്ഞ് നമ്മളൊരു സാധനം എഴുതാൻ തുടങ്ങും. ഈ സാധനം എഴുതി തരുമ്പോൾ, നമ്മൾ എഴുതി കഴിയുമ്പോൾ അത് പബ്ലിഷ് ചെയ്ത് വരുമ്പോൾ നമ്മൾ പറയും ഞാൻ എന്തോ ആണ്, അങ്ങനൊന്നുമല്ല, ഞാൻ എന്തോ ആണ്, എന്നെ കൊണ്ട് പറ്റും ഈ സംഭവം എന്ന് നമ്മൾ തീരുമാനിച്ചു കഴിയുമ്പോൾ പിന്നെ അകത്തുനിന്ന് ഒരു സാധനം എഴുന്നേറ്റ് വരും. ഡേയ് നിനക്കും പറ്റും ഇതൊക്കെ എഴുതി തരാനായിട്ട്. ഇന്ന് ബുക്ക് എഴുതാൻ എത്ര സമയം എടുക്കുന്നറിയോ? മാക്സിമം പോയാൽ 1 മാസം കൊണ്ട് ഒരു ബുക്ക് തീർക്കാം. പഠിപ്പിച്ചു തരാം, എങ്ങനെ എഴുതുന്നു പഠിപ്പിച്ചു തരാം. എഴുതി തന്നാൽ മതി, എഴുതുന്ന പടി എല്ലാവരും എഴുതും, ആർക്കും എഴുതാം. ഈസി ആയിട്ട് നിങ്ങളുടെ ഏതാണോ അതിൽ തന്നെ നിങ്ങൾ ബുക്ക് എഴുതാം. കൃത്യമായി ബുക്ക് എഴുതുന്ന പഠിപ്പിച്ചു തരും, ബുക്കിനെ കൃത്യമായി പ്ലാൻ ചെയ്ത് കൃത്യമായി സിസ്റ്റം ചെയ്യുന്ന പഠിപ്പിച്ചു തരും. പബ്ലിഷ് ചെയ്യുന്നവരെ കൊണ്ടുപോകും. പബ്ലിഷ് ചെയ്യാനുള്ള പൈസ നിങ്ങൾ കൊടുക്കണം, അത് ഞാൻ കൊടുക്കില്ല. റെഡി ആയിട്ട് കൊടുക്കുക. വിറ്റിട്ട് കാശുകൾ പഠിച്ചു, ഞാൻ അത് കൃത്യമായി പഠിച്ചു. കാരണം ഞാനിത് ഇരുന്ന് പ്രാക്ടീസ് ചെയ്ത് വന്നതാണ്. പുസ്തകം ഇപ്പൊ പറഞ്ഞില്ല, ഇനി 2 പുസ്തകം വരുമ്പോൾ നിങ്ങൾ അറിയും. ഇത് വായിക്കുമ്പോൾ തോന്നുക ഇതിപ്പോ സാറ് എപ്പോഴും എഴുതി തീർത്തെന്ന് പറയും. ഇത്രയും എളുപ്പമാണ് ഈ സാധനം. പക്ഷെ ഇത് എല്ലാവരും, ഞാൻ പറഞ്ഞു വന്നത് ഇത് ഇത് ആൾക്കാരെ ഞാൻ ട്രെയിൻ ചെയ്തെടുക്കും. ഇന്നിപ്പോ മാർക്കറ്റിലുണ്ട്, ബുക്ക് പബ്ലിഷിംഗ് ഹൗസുകളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളെ പഠിപ്പിച്ചെടുക്കും അവര്. പക്ഷെ എടുക്കേണ്ട $1,600, $2,000 കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാരെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് അങ്ങനെയൊന്നും വേണ്ട. നിങ്ങൾ അറിഞ്ഞുകൊണ്ട് അതിന്റെ തുക നമ്മളെ ചെയ്താൽ മതി. പഠിപ്പിച്ചു തരാം, ഈസിയാണ്. ഞാൻ പറഞ്ഞു എല്ലാവർക്കും ചെയ്താൻ പറ്റും, ആർക്കും എഴുതാൻ പറ്റില്ല എന്നുള്ള കോൺസെപ്റ്റിൽ എല്ലാവർക്കും ഉണ്ടോ. ഇതെന്താന്ന് വെച്ചാൽ ഇതൊരു വലിയൊരു അസറ്റാണ്. ബുക്ക് നിങ്ങളൊന്ന് എഴുതിയോ, യുവർ നെയിം ഇസ് ചേഞ്ച്, യുവർ ലൈഫ് ഇസ് ചേഞ്ച്. നമുക്ക് പറഞ്ഞ മനസ്സിലാവില്ല, ലൈഫിന്റെ ഫുൾ പാറ്റേൺ മാറിക്കളയും. അതുപോലെ തന്നെ നമുക്കിപ്പോ അനന്ത സാധ്യതയുണ്ട്. ഇ ബുക്സുകൾ അല്ലെ, ഇ ബുക്സ് എല്ലാവർക്കും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, എളുപ്പമുള്ള പരിപാടിയാണ്. അതുപോലെ തന്നെ ബ്രോഷർ മിനി ആയിട്ടുള്ള കോഴ്സുകൾ എങ്ങനെയാണ് ഒരു കോഴ്സ് ഡിസൈൻ ചെയ്യുന്നത്, ആ കോഴ്സിൽ എന്തൊക്കെ കണ്ടന്റ് ഉണ്ടായിരിക്കണം, ഈ പറഞ്ഞു പോകുന്നതിനകത്ത് എന്തൊക്കെ വേണം, ഏതൊക്കെ കറക്റ്റ് ആയിട്ട് കൃത്യമായി, ദിസ് ഇസ് കോൾഡ് ആസ് അസറ്റ് ക്രിയേഷൻ. ഇത് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ലൈഫ് മാറുമല്ലോ ഉറപ്പായിട്ടും, യാതൊരു കുഴപ്പമില്ല. ഫേസ് നമ്പർ 2 കംപ്ലീറ്റ് ആവും അതിനകത്ത്. പിന്നെ ഫണൽ ക്രിയേറ്റ് ചെയ്ത് എങ്ങനെയാണ് നമ്മൾ ആൾക്കാരെ നമ്മളിലേക്ക് എത്തിക്കുന്നത്, ഫണൽ ക്രിയേഷൻ മെത്തേഡ് എങ്ങനെയാണ്, ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഫണൽ ക്രിയേഷൻ എവിടെയാണ് നടക്കുന്നത്, ആ ഫണലിൽ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്തെടുക്കാനുള്ള മെത്തേഡ്സ് എന്ത് ഉപയോഗിക്കണം എന്നൊക്കെ ഫേസ് നമ്പർ 2 കൃത്യമായി പഠിപ്പിക്കും. ഇനി ഫേസ് നമ്പർ 3 അപ്പോൾ നിങ്ങൾക്ക് എത്രയായി? ഫേസ് നമ്പർ 3 ആകുമ്പോൾ 2 ആകുമ്പോൾ നിങ്ങൾക്ക് എത്ര കസ്റ്റമർ ആവും മിനിമം? ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മിനിമം എത്ര കസ്റ്റമർ ഉണ്ടാവും? ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയേ. രണ്ടാമത് ബുക്കും പബ്ലിഷ് ചെയ്ത്, ഇ ബുക്കുകൾ ഉണ്ടാക്കി, വെബ്സൈറ്റും ഉണ്ടാക്കി, എല്ലാ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം കവറേജ് ആകുമ്പോൾ നിങ്ങൾക്ക് എത്ര കസ്റ്റമർ ഉണ്ടാക്കാൻ പറ്റും നിങ്ങളുടെ ബിസിനസ്, നിങ്ങളുടെ ഈ കോച്ചിങ് ഇൻഡസ്ട്രീസിനെ പറ്റിയിട്ട്? എന്ന് ടൈപ്പ് ചെയ്ത് നോക്കി എല്ലാവരും. കൃത്യമായ കണക്ക് ഞാൻ പറഞ്ഞു തരാം. ഞാൻ കടന്നു വന്നതുകൊണ്ടാണ്, ഇതിൽ കൃത്യമായ കണക്കുണ്ട്. അത് കുറച്ച് കൊടുക്കുക, അത്ര 1000 ഒന്നും ഉണ്ടാവില്ല, 10,000 ഒന്നും ഉണ്ടാവില്ല. 100+ കസ്റ്റമേഴ്സ്. യെസ്, കറക്റ്റ്, യെസ്, യു ബ്രില്യൻസ് പീപ്പിൾ. 100+ കസ്റ്റമേഴ്സ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരും, അയ്യോ എങ്ങനെ ഹാൻഡിൽ ചെയ്യും, ദേ ആർ ഡിമാൻഡിങ് മോർ കോഴ്സസ് എന്നുള്ള കാര്യം വരും. അപ്പോൾ നമ്മൾ ഗ്രോത്ത് കോച്ചിങ് എന്ന് പറയുന്ന സാധനത്തിലേക്ക് പോകും. അടുത്ത തലത്തിലേക്ക് ഉയരാൻ പഠിപ്പിക്കണം. ഗ്രോത്ത് കോച്ചിങ് അവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ എങ്ങനെ ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യും, എങ്ങനെയാണ് കൂടുതൽ ലീഡ്സുകളെ ജനറേറ്റ് ചെയ്യുന്നത്. 100 മതിയല്ലോ, പോരല്ലേ, 1000ലേക്ക് പോകണം. സൂം ഇപ്പോൾ 100 ലിമിറ്റായി, 100 കഴിഞ്ഞു, 100 ആയി കഴിഞ്ഞു. ഇനി അടുത്തത് 500ന്റെ പാക്കേജിൽ പോകണം. അപ്പോൾ 500 ആൾക്കാരും കോച്ച് ക്ലാസ്സിലേക്ക് വരുമ്പോൾ നമ്മുടെ തലം മാറിപ്പോവും. സപ്പോർട്ട് വേണം, വീണു പോവില്ലെങ്കിൽ ഒറ്റക്ക് താങ്ങൂല. ഫേസ് നമ്പർ 3 നമ്മൾ നോക്കുന്നത് എങ്ങനെ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യും, എങ്ങനെ വാട്സപ്പിലെ അടുത്ത വാട്സപ്പ് കമ്മ്യൂണിറ്റി പോവും, ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യും, എങ്ങനെ 100 കാര്യങ്ങൾ ഒരേ സമയത്ത് ചെയ്യും. 100 പേരുണ്ടെങ്കിൽ ഒരു കോഴ്സ് കൊടുത്താൽ 100 പേരെ കിട്ടില്ലല്ലോ, മൾട്ടിപ്പിൾ കോഴ്സുകൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ മൾട്ടിപ്പിൾ കാര്യങ്ങൾ എങ്ങനെ നമ്മൾ ഹാൻഡിൽ ചെയ്യും, ഇതിന് ടൈം എങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തെടുക്കും? നമുക്ക് 24 മണിക്കൂറല്ലേ ഉള്ളൂ.
ഇപ്പൊ എത്ര കോഴ്സുകൾ റൺ ചെയ്യുന്നുണ്ട് റഫീഖ് നമ്മള് ഹാപ്പിനെസ് മാസ്റ്ററിൽ ഒരേ സമയത്ത്? എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവും? രാവിലെ തൊട്ട് വൈകിട്ടാവും ഡ്യൂട്ടി ഉണ്ട്. വൈകിട്ടാണ് ഈ വന്നിട്ട് 6 മണിക്ക്, ഇവിടുത്തെ 6 മണി സമയത്താണ് വരുന്നത്. 6:30 മണിക്ക് ക്ലാസ് തുടങ്ങും. 9:30 മണി വരെ ക്ലാസ് ഉണ്ട്. അപ്പൊ എപ്പോഴായിരിക്കും കോഴ്സ് പ്രിപ്പയർ ചെയ്യുന്നത്? എപ്പോഴായിരിക്കും ക്ലാസ് റെക്കോർഡ് ചെയ്യുന്നത്? എപ്പോഴായിരിക്കും പുതിയ പുസ്തകം എഴുതുന്നത്? പറ്റും. എനിക്ക് പറ്റുമോ? നിങ്ങൾക്കും പറ്റും. ഒരു വിഷയമല്ല, പറ്റുന്ന കാര്യമാണ്. ഇത് പേജ് നമ്പർ 3 കൃത്യമായി മനസ്സിലാക്കും. പിന്നെ പേജ് നമ്പർ 4 എത്തുമ്പോൾ എങ്ങനെയാണ് ഒരു ലാർജ് ഓഡിയൻസിനെ കവർ ചെയ്യുന്നത്, ലൈവ് വെബിനാറുകൾ, ലൈവ് ക്ലാസ്സുകൾ എങ്ങനെ എടുക്കും, അതിനുവേണ്ടി നമ്മൾ തയ്യാറാക്കേണ്ട തയ്യാറെടുപ്പുകളും, അതുപോലെ തന്നെ നമ്മുടെ ക്രെഡിബിലിറ്റി കൂട്ടാനുള്ളതും, നമ്മുടെ അസറ്റിനെ ഉയർത്താനുള്ള, അത് ട്രെയിനിങ്ങിനെ പറ്റി ഇപ്പൊ പറഞ്ഞ മനസ്സിലാവില്ല. ആ ട്രെയിനിങ് അവിടെ എത്തുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളത് ഏത് തലത്തിലേക്ക് പോകണമെന്നുള്ളത്. നമ്മുടെ വെൽത്ത് എങ്ങനെ ഗ്രോ ആയി ആ വെൽത്തിനെ അടുത്ത തലങ്ങളിലേക്ക് കൊണ്ടുവരാം. 10 കിട്ടിയാൽ 100 മതിയെന്നും, 100 കിട്ടിയാൽ 10,000 മതിയെന്നും, 10,000 ആയാൽ സഹസ്രം മതിയെന്നുമുള്ള മനുഷ്യന്റെ കൃത്യമായ ചിന്ത, ഇത് തെറ്റല്ല, കൃത്യമായ ചിന്തയിലേക്ക് പോകുമ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ കൂടുതൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കൂടുതൽ കൂടുതൽ വരും. അതെങ്ങനെ പ്ലാൻ ചെയ്യുമെന്നൊക്കെ കൃത്യമായി പഠിപ്പിച്ചു കൊണ്ടുവരുന്ന ഒരു ജേണിയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെയുള്ള ഒരേ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിത് പഠിപ്പിച്ചു തരികയും ഞാനിത് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു തരും. കാരണം നിങ്ങൾക്ക് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ തന്നെ പെർഫോം ചെയ്യാനുള്ള സമയവും സന്ദർഭവും ഉണ്ട്. ഇത് മറ്റെവിടെയും കിട്ടൂല. മറ്റെല്ലാ കോച്ചിങ് ക്ലാസ്സുകളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ അവർ കോച്ച് ചെയ്യും, നിങ്ങൾ വിട്ടോളും. സ്വന്തമായി ഉണ്ടാക്കി എടുത്ത് അവിടെ പ്രാക്ടീസ് ചെയ്യുന്നതിന് പകരം നമ്മുടെ ക്ലാസ്സുകൾ തന്നെ, നമ്മുടെ യൂട്യൂബിൽ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ തന്നെ നിങ്ങളുടെ ഡെലിവറികൾ നടക്കും. അപ്പോൾ നിങ്ങൾ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യും. എന്ന് വെച്ചാൽ എന്റെ കസ്റ്റമർ കൊണ്ടുപോകുന്നല്ലോ കേട്ടോ, അത് പോവില്ല. നിങ്ങൾ ശ്രമിച്ചാലും പോവില്ല, അത് അവിടെ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് ആരും വിചാരിക്കണം ഇവിടെ കിട്ടിയ 10 കസ്റ്റമർ അങ്ങനെ കിട്ടില്ല. ഞാൻ പറഞ്ഞ അതൊക്കെ ഒന്നുമില്ല, എല്ലാവരും പഠിപ്പിച്ചുകൊണ്ടേ, ഞാൻ വെറുതെ പറഞ്ഞു കേട്ടോ, അതൊന്നുമില്ല. നമ്മൾ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കണം. നിങ്ങൾ പുതിയൊരു കോൺസെപ്റ്റ് അവതരിപ്പിക്കും, ഞാനും വരും നിങ്ങളുടെ ക്ലാസ്സിലേക്ക്. ആ കോൺസെപ്റ്റ് പഠിക്കാൻ എനിക്ക് ആവശ്യം, ഞാനും വരണം. അങ്ങനെ വരണം. അങ്ങനെ ഉണ്ടായാൽ മാത്രമേ നമുക്ക് കാര്യമുള്ളൂ. അപ്പോൾ ഓരോ കാര്യങ്ങളും നമ്മൾ അതിനകത്ത് അപ്ഡേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഈസി ആയിട്ട് നമുക്കിത് അച്ചീവബിൾ ആണ് എന്നുള്ളതാണ് പറയാനുള്ളത്. വളരെ ലളിതമായ പ്രക്രിയയാണ്. ഇതൊരു വലിയ സംഭവമായിട്ടൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇതൊരു സംഭവമല്ല. പക്ഷെ സംഭവമാണ് ആർക്കാണ്? ഇതിനെ പറ്റിയിട്ട് ഭയത്തോടുകൂടി കാണുന്നവനെ സംബന്ധിച്ച സംഭവമാണ്. നിങ്ങൾക്ക് ഇപ്പോൾ, ഞാനിപ്പോ ഇത്രയും മുമ്പിൽ ഇരിക്കുന്ന ആൾക്കാർ, ഞാൻ നിരന്തരമായി ഇതിനെപ്പറ്റി കഴിഞ്ഞ ഒരു മാസമായിട്ട് നിങ്ങളോട് പല ക്ലാസ്സിലും പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇത് കുറേയൊക്കെ ഈസി ആയിട്ട് തോന്നിയിട്ടുണ്ട് അല്ലേ? ഇത് പോസിബിൾ ആണെന്നുള്ള കോൺഫിഡൻസ് നിങ്ങൾക്ക് അവിടെയൊക്കെ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ ഒറ്റ പ്രോഗ്രാമിൽ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം ഡൗട്ട് ഫീൽ ചെയ്യും. ഇത് എങ്ങനെ സാധ്യമാവും? എങ്ങനെയാണ് നടക്കുക? ഇത്രയും പുസ്തകം എങ്ങനെ വായിക്കും? ഈ പുസ്തകം വായിച്ചിട്ട് എങ്ങനെ പറയാൻ പറ്റും? വായിച്ചതൊക്കെ ഓർമ്മയുണ്ടാവുമോ? വായിക്കണം കേട്ടോ, ഇതൊക്കെ അതിൻ്റെ അകത്ത് വരുന്നത്. വായനയില്ല എന്ന് പറയാൻ പറ്റൊന്നുമില്ല. അതുകൊണ്ടാണ് ഈ പുസ്തകം പിറകിൽ വെച്ചിരിക്കുന്നത്, ഞാൻ കാണും. അപ്പോൾ ഇത് നിങ്ങളോട് മാത്രമല്ല ഞാൻ പറയുന്നത്, നാളെ എന്റെ യൂട്യൂബ് വീഡിയോ കാണുന്നവരോടും എല്ലാവരോടും, നിങ്ങൾക്ക് ഈ ടേസ്റ്റ് ഉണ്ടെങ്കിൽ, മറ്റുള്ളവരെ എംപവർ ചെയ്യാനുള്ള മൈൻഡ് ഉണ്ടെങ്കിൽ, സ്വന്തമായി മോട്ടിവേറ്റ് ചെയ്യാനും മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാനും ആഗ്രഹമുണ്ടെങ്കിൽ, അതിലൂടെ ഒരു വരുമാനം ഉണ്ടാക്കാൻ, അതിലൂടെ ഒരു മോണിറ്ററി ബെനിഫിറ്റ് കൂടി ഉണ്ടാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മോണിറ്ററി ബെനിഫിറ്റ് എന്ന് പറയുന്നത് മണി മാത്രമല്ല, ഒരു സോഷ്യൽ സർവീസും ആകാം. ദാറ്റ്സ് ആൾസോ മോണിറ്ററി ബെനിഫിറ്റ്. സോഷ്യൽ സർവീസ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, ഒരു 10 കുട്ടികളെ പഠിപ്പിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, 10 കുടുംബ ബന്ധങ്ങളെ നന്നാക്കി എടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, ഞാൻ ചെറുപ്പത്തിൽ ഏറ്റവും കൂടുതൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തൊരു കാര്യമാണ് പണ്ടത്തെ സാക്ഷരതാ പ്രവർത്തനം. അത് ഓർമ്മയുണ്ട്. പണ്ട് കാലത്ത് നമ്മൾ ആദ്യമായി കേരളത്തിൽ സാക്ഷരത വരുമ്പോൾ ഞാൻ ആദ്യത്തെ ഇൻസ്ട്രക്ടർ ആയിരുന്നു, സാക്ഷരത ഇൻസ്ട്രക്ടർ. എനിക്കറിയില്ല, 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത്. അപ്പൊ എന്റെ വയസ്സ് കളക്കണ്ട, സത്യമാണ്, 10ാം ക്ലാസ് സമയത്തുള്ള സാക്ഷരത. അപ്പൊ ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു. കാരണം 10 പേർക്ക് തറാബന എന്നൊക്കെ പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഇൻസ്പിറേഷൻ. ഇതുപോലെ നമുക്ക് ഇൻസ്പിറേഷൻ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര മാറ്റം ഉണ്ടാകും. അപ്പൊ എന്താ പറയുക, നമ്മുടെ വാക്കുകളൊക്കെ ആൾക്കാർ ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്യും. അവര് നമ്മൾ പറയുന്ന കാര്യങ്ങൾ വളരെ വിലയോട് കാണുമ്പോൾ നമുക്ക് വാല്യൂ കൂടുകയും ആ വാല്യൂ നമ്മളെ തന്നെ അടുത്ത തലങ്ങളിലേക്ക് ഉയർത്തുകയും ചെയ്യുമെന്നുള്ളതാണ് ഇതിന്റെ ബെനിഫിറ്റ് എല്ലാ തരത്തിലും. ഇന്ന് ലോകത്തിലുള്ള ഏറ്റവും ഹൈലി പെയ്ഡ്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്, ഏറ്റവും ഹൈലി പെയ്ഡ് ആയിട്ടുള്ള 5 സെക്ടറിൽ ഒന്നാണ് കോച്ചിങ്. 5 കാര്യങ്ങൾ, ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന 5 കാര്യങ്ങളിൽ ഒന്നാണ് കോച്ചിങ്. ഏറ്റവും ടോപ്പായിട്ട് ഇന്ന് വേൾഡിൽ ഏറ്റവും ടോപ്പായിട്ടുള്ള ഹൈ പേയ്മെന്റ് കൊടുക്കുന്നത് കണ്ടന്റ് റൈറ്റിംഗിനാണ്. അതിന്റെ റീപ്ലേസ്മെന്റ് ആണ് ഇപ്പോൾ AI വന്നത്. പക്ഷെ AI എവിടെ വന്നാലും കണ്ടന്റ് റൈറ്റിംഗിന് ഒരു മാറ്റവും വരില്ല. കാരണം AI ക്രിയേഷനും മാനുവൽ ക്രിയേഷനും തമ്മിൽ എപ്പോഴും മാച്ച് ആവില്ല. ആർട്ടിഫിഷ്യൽ നമുക്ക് കാണുമ്പോൾ ആവും, പക്ഷെ നമുക്കത് മനസ്സിലാവും, അതിന്റെ ഡിഫറൻസ് പറയും. AI ഉപയോഗിക്കാൻ തന്നെ കണ്ടന്റ് ക്രിയേഷൻ വേണം.
എന്ന് വെച്ചാൽ കോണ്ടന്റ് റൈറ്റ് ചെയ്തൊക്കെ മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പ്രോംപ്റ്റിന് എത്ര കണ്ട് ഇമ്പോർട്ടൻറ്റ്, ഇങ്ങനെ പ്രോംപ്റ്റ് കൊടുക്കുന്നു അങ്ങനെ മാത്രമേ കണ്ടന്റ് ചെയ്യുള്ളൂ. അപ്പോൾ അതിന് വലിയ, അതാണ് ഏറ്റവും ഹയസ്റ്റ് പെയ്ഡ് ആയിട്ടുള്ള കാര്യം. പിന്നെ നമ്മൾ ബാക്കി വിഷയങ്ങൾ വരുമ്പോൾ നാലാം സ്ഥാനം 5ാം സ്ഥാനത്താണ് ടോട്ടൽ റവന്യൂ ക്രിയേഷൻ വേൾഡിൽ എടുത്താൽ ഞാൻ ഈ പറഞ്ഞ കോച്ചിങ് ഇൻഡസ്ട്രികൾ അനന്ത സാധ്യതകളാണ്, അനന്ത സാധ്യത. നിങ്ങളൊന്നും വേണ്ട, നിങ്ങൾ കോച്ച് ചെയ്തിട്ട് വെബ്സൈറ്റ് ഇട്ട് കൊടുത്താൽ നിങ്ങൾക്ക് വീട്ടിലിരിക്കാം. ഇതൊരു പാസീവ് ഇൻകം ആണ്. നിങ്ങൾ ഫുൾ ടൈം ഇരിക്കേണ്ട ഒരു ആവശ്യമില്ല. പാസീവ് ഇൻകം ആണ്. ദിവസം 1 മണിക്കൂർ 2 മണിക്കൂർ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നവന് മാത്രം സുഖമായിട്ട് ചെയ്യാവുന്നതാണ്. അവനിൽ ഒരു കഴിവ് മാത്രമേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ ഞാൻ പറയുന്നത് പ്ലസന്റ് ആയിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റണം. ഞാൻ അങ്ങനെ പറയുള്ളൂ, അങ്ങനെ പറയാത്തവരുണ്ടാവും കേട്ടോ. എന്നെ സംബന്ധിച്ച് ഇങ്ങനെ പ്രസന്റ് ആയിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റുന്നതാണ് എന്റെ ഒരു ബെനിഫിറ്റ് ആയിട്ട് ഞാൻ കാണാറുള്ളത്. അതുപോലെ നിങ്ങൾ ആവാൻ പറ്റുന്നവർക്കാവാം, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും കോണ്ടന്റിൽ കയറിച്ച് അതിനെപ്പറ്റി വിശദമായി സംസാരിച്ചാൽ മതി. ആർക്കും പറ്റുന്നതാണ്. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഫസ്റ്റ് സ്റ്റേജിൽ ചെറിയൊരു പേയ്മെന്റ് മാത്രമേ വാങ്ങിക്കുന്നുള്ളൂ. സെക്കൻഡ് സ്റ്റേജിലാണ് അടുത്ത പേയ്മെന്റ്. തേർഡ് സ്റ്റേജ്, ഫോർത്ത്, അങ്ങനെ 4 സ്റ്റേജ് ആയിട്ടാണ് പേയ്മെന്റ് ഉള്ളത്. അതുകൊണ്ട് ടോട്ടൽ എമൗണ്ട് എത്ര, 4 സ്റ്റേജ് കഴിഞ്ഞവർക്കാണ് ഞാൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോഴേക്കും നമ്മുടെ ഒഫീഷ്യലായിട്ട് ട്രെയിൻ ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ് ഞാൻ കരസ്ഥമാക്കും. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇവിടെ പഠിക്കുമ്പോൾ ഞാനും പഠിക്കുന്നുണ്ട്. ഒഫീഷ്യലായിട്ട് നിങ്ങളെ ട്രെയിൻ ചെയ്യാനുള്ള എനിക്ക് എന്റെ ഓൾറെഡി ലോ ഓഫ് അട്രാക്ഷൻ ട്രെയിനർ ആണ്, സർട്ടിഫിക്കറ്റ് ഉണ്ട്. സക്സസ്ഫുൾ കോച്ച്, ഹാപ്പിനെസ് സക്സസ് കോച്ച് എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് ട്രെയിനറാണ് ഞാൻ. അതുപോലെ തന്നെ ബിസിനസ് കോച്ച് എന്നുള്ള ട്രെയിനറാണ് ഞാൻ. അത് എനിക്ക് ഓൾറെഡി. പക്ഷെ ട്രെയിൻ ദ കോച്ച് എന്നതിന്റെ ട്രെയിനിങ് കുറെ കടമ്പകളുണ്ട്, ഒരുപാട് കടമ്പകളുണ്ട്. ഇന്റർനാഷണൽ ഇതിലുള്ള സർട്ടിഫിക്കേഷൻ ഉള്ളതാണ്. അത് നമ്മുടെ കമ്പനി രജിസ്റ്റർ ചെയ്യും, ഹാപ്പിനെസ് മാസ്റ്റർ അതിലേക്ക് രജിസ്റ്റർ ചെയ്യും. ആ രജിസ്റ്റർ ചെയ്ത് ഹാപ്പിനെസ് മാസ്റ്റർ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് എവിടെ ഉപയോഗിക്കും, ഒഫീഷ്യലായിട്ട് ഉപയോഗിക്കാം. ഏത് സ്ഥലത്ത് ഉപയോഗിക്കുന്ന രീതിയിലേക്ക് നമ്മൾ ഉണ്ട്. ഒഫീഷ്യൽ ഉപയോഗിക്കേണ്ട ആവശ്യകതയൊന്നും ഇല്ല, പക്ഷെ വേണമെങ്കിൽ നിങ്ങൾക്ക് എവിടെയും പ്രൊഡ്യൂസ് ചെയ്യാവുന്ന, ജോലി സംബന്ധമായിട്ടൊക്കെ വേണം പ്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ്. ഒഫീഷ്യൽ കോച്ചിങ് ഇപ്പോൾ ബിസിനസ് കോച്ചിങ് ആണ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ കരിയർ കോച്ചിങ് ആണ് ചെയ്യുന്നതെങ്കിൽ, ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് കോച്ചിങ് ചെയ്യുകയാണെങ്കിൽ ആ മേഖലയിൽ നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കേഷൻ ആവശ്യമാണ്. അതൊക്കെ സാധ്യമാക്കുന്ന രീതിയിലാണ് നമ്മുടെ പ്ലാൻ ഉള്ളത്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഈ സെഷനെ പറ്റി കൃത്യമായി പറയാനുള്ളത്. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക, അതിനനുസരിച്ച് മറുപടിയും പറയാം. ഈ ക്ലാസ് ഞാൻ നിങ്ങളോട് വിത്ത് ഓൾ യുവർ പെർമിഷൻ യൂട്യൂബിലേക്കും കൊടുക്കുന്നുണ്ട്. അവിടുന്ന് താല്പര്യമുള്ളവർ ജോയിൻ ചെയ്തോട്ടെ. നമുക്ക് പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മൾ ഈ ഒരു ബാച്ചിൽ ഞാൻ മാക്സിമം അലോഡ് ചെയ്യുന്നത് 25 പീപ്പിൾസ് ആയിരിക്കും. അതിൽ കൂടുതൽ എനിക്ക് എടുക്കാൻ പറ്റില്ല. കാരണം ഇൻഡിവിജ്വൽ ട്രെയിനിങ് ആണ്, ഞാൻ ഇൻഡിവിജ്വൽ അറ്റൻഷൻ ആണ് ഞാൻ കൊടുക്കുന്നത്. കുറേ തിയറി പഠിച്ചു പോകുന്നതല്ല. നമ്മളൊരു സെഷൻ ഉണ്ടാക്കും, അതിന് പ്രാക്ടീസ് ചെയ്യും, അതിന് കൃത്യമായി ഡെലിവറി ചെയ്യും, എന്നിട്ട് അടുത്ത് മുമ്പോട്ട് പോകുന്നത്. അതിൽ കൂടുതൽ ആൾക്കാരെ എടുത്തെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് മാക്സിമം കപ്പാസിറ്റി 25 പീപ്പിൾസ് ആണ്, അത്രയേ ഉണ്ടാവുള്ളൂ. അപ്പൊ എനിക്ക് തോന്നുന്നു ഇവിടെ തന്നെ ഇപ്പൊ നമ്മൾ കുറെ ആൾക്കാരുണ്ട്. ഇനി കുറച്ച് പേരെ മാത്രമേ പുറത്തുനിന്ന് എടുക്കാൻ പറ്റുള്ളൂ. അവർക്ക് താല്പര്യമുള്ളവർക്ക് ഇന്നും നാളെയും. പക്ഷെ ക്ലാസ് നമ്മൾ 1-ാം തീയതി തുടങ്ങും. മാർച്ച് 1-ാം തീയതിയാണ് ഫസ്റ്റ് നമ്മൾ ക്ലാസ് തുടങ്ങുന്നത്. 1-ാം തീയതി എന്ന് പറഞ്ഞാൽ ഏത് ദിവസം വരും എന്ന് നോക്കണം. 1-ാം തീയതി എന്ന് പറയുന്നത് സാറ്റർഡേ ആണല്ലേ. ഓക്കെ, സാറ്റർഡേ സൺഡേ ആയിട്ട് നമ്മൾ സെഷൻ സ്റ്റാർട്ട് ചെയ്യും. അത് 10 ആൾ വന്നാലും തുടങ്ങും, 25 ആൾ വന്നാലും തുടങ്ങും. എന്തായാലും സെഷൻ സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ സെഷനിൽ ഒരു പ്രത്യേകത, നമ്മൾ ലേറ്റ് ആയിട്ടും ആൾക്കാർ എടുക്കില്ല. എന്ന് വെച്ചാൽ ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് ആൾക്കാർ ആഡ് ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് ഇതൊരു സ്റ്റേജ് ബൈ സ്റ്റേജ് പോകുന്ന പരിപാടിയാണ്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ വന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ ദാറ്റ്സ് നോട്ട് പോസിബിൾ. കാരണം ഇതൊരു കംപ്ലീറ്റ് സെഷൻ കഴിഞ്ഞിട്ട് മാത്രമേ. അപ്പോൾ അറിയാലോ, നമ്മൾ അടുത്തൊരു ബാച്ച് തുടങ്ങണമെങ്കിൽ ഈ ഫേസ് നമ്പർ 1 കംപ്ലീറ്റ് ഫിനിഷ് ആവണം. 3-4 മന്ത്സ് കഴിയുമ്പോൾ മാത്രം ഫിനിഷ് ആയാൽ മാത്രമേ അടുത്ത സെഷൻ എടുത്ത് അടുത്ത ബാച്ച് നമുക്ക് തുടങ്ങാൻ പറ്റുള്ളൂ എന്ന് എല്ലാവരും ഓർമ്മിപ്പിക്കുകയാണ്. താല്പര്യമുള്ളവർക്ക് മാത്രം ജോയിൻ ചെയ്താൽ മതി. നോ അതർ പാഷനേറ്റ്, എന്തെങ്കിലും ആവേശത്തിന്റെ പുറത്തൊന്നും വന്ന് ചാടിക്കത് ജോയിൻ ചെയ്യരുത്. നിങ്ങളുടെ കയ്യിൽ 2 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം ജോയിൻ ചെയ്താൽ മതി. അല്ലെങ്കിൽ എന്റെ സമയം കളയും. കാരണം മറ്റു ആൾക്കാരെ പഠിപ്പിക്കുന്ന പോലെ പഠിപ്പിക്കേണ്ട സാധനമല്ല. അതുകൊണ്ട് എന്റെ സമയം പോവും, നിങ്ങളുടെ സമയം പോവും. നിങ്ങൾ തന്ന മണി എനിക്ക് ഉപയോഗമില്ലാതാവും, നിങ്ങളുടെ മണിയും പോകും. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് എനിക്കിത് ചെയ്യാൻ പറ്റുമെന്നുള്ള ദൃഢനിശ്ചയമുള്ളവർ മാത്രം കയറി വന്നാൽ മതി എന്ന് ആത്മാർത്ഥമായി ഓർമ്മിപ്പിക്കുകയാണ്. പക്ഷെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് ഈ ചിരിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ അംഗീകരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, ഇതുപോലെ നിങ്ങൾക്ക് ചിരിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ കയറി വന്നോളൂ. നിങ്ങൾ അങ്ങനെ ആക്കിയിട്ട് ഞാൻ തിരിച്ചു വിടുള്ളൂ. ഓക്കെ, താങ്ക് യു. എന്നെ ഡൗട്ട് എന്തെങ്കിലും ചോദിച്ചോളൂ കേട്ടോ. ഡെയിലി ക്ലാസ് ഉണ്ടാവുമോ? എങ്ങനെയായിരിക്കും? ഉണ്ടാവില്ല. ഡെയിലി ക്ലാസ് പോസിബിളേ അല്ല. നമ്മൾ സംബന്ധിച്ച് വീക്കിലി 1 or 2 മാക്സിമം. നമുക്കിതൊരു സൈഡ് അല്ലേ പരിപാടി, നമുക്ക് ഫുൾ ടൈം ഇരിക്കാൻ പറ്റില്ലല്ലോ. അത്ര മതിയല്ലോ. പിന്നെ അസൈൻമെന്റ്സ് എന്തെങ്കിലും തരും, അങ്ങനെയല്ലേ സാറേ? എപ്പോഴും അസൈൻമെന്റ് ചെയ്യണം, എല്ലാ ദിവസവും ഉണ്ടാവും. സോഷ്യൽ മീഡിയ ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ രാവിലെ വൈകിട്ട് ഉച്ചക്ക് 3 നേരം ഉണ്ടാവും, ഗുളിക കഴിക്കുന്നവരെ. സാർ ഇപ്പം ജോലിക്ക് പോകുന്നുണ്ട്, ഒപ്പം തന്നെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ കൂടെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ ഇത് ഹെവി ടാസ്ക് ആവുമോ എന്നുള്ള ഒരു അങ്ങനെ സിമ്പിൾ ആണ്.
സിമ്പിൾ ആയിട്ട് എടുത്താൽ മതി. ഞാൻ പറഞ്ഞില്ല, ഇതൊരു സൈഡ് പരിപാടിയാണ്. ഫുൾ ടൈം എടുക്കുന്നവർ ഫുൾ ടൈം എടുക്കാം, അപ്പൊ അവർക്ക് പെട്ടെന്ന് പഠിച്ചു പോവാം. മറ്റത് നമ്മളൊരു, ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഞാൻ രാവിലെ 7 മണിക്ക് ഓഫീസിൽ ഇറങ്ങി കഴിഞ്ഞാൽ രാത്രി ഞാൻ 6 മണിക്കാണ് വരുന്നത്. ഇത് പണ്ടേ ഉള്ള എന്റെ പരിപാടി. അതിന്റെ ഇടയിൽ ഞാൻ എങ്ങനെ ഇത് ആക്കി എടുത്തു എന്ന് വെച്ചാൽ അതേ മെത്തേഡായിരിക്കും നിങ്ങളുടെ അടുത്തും പറയുന്നത്. അതല്ലാത്തൊരു മെത്തേഡ് പറഞ്ഞിട്ട് എനിക്ക് കാര്യമില്ലല്ലോ, ഞാൻ ചെയ്യില്ല. കാരണം ഞാൻ നടന്നു വന്ന വഴി എന്താണോ ആ വഴി തന്നെ, ആ വഴി നിങ്ങൾ നടക്കണമെന്ന് ഞാൻ പറയില്ല. എനിക്കതല്ലേ പറഞ്ഞ്, എനിക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന ആ വഴിയല്ലേ, അതല്ലേ ഈസി. അതാണിക്കുള്ള നമുക്ക് നോക്കും. നമ്മൾ ഇതൊരു പാസീവ് ഇൻകം ആക്കാൻ പറ്റും. ഫുൾ ടൈം ഇൻകം ആയി വരുന്ന സമയമെടുക്കും. ഇത് നമുക്കൊരു നാളെ കോച്ച് ചെയ്ത് ഞാൻ സംസാരിക്കാൻ തുടങ്ങി മാർക്കറ്റിൽ ഇറങ്ങിക്കളയാം, അവിടെ 100 പേരെ കിട്ടും എന്ന് പറഞ്ഞാൽ കിട്ടുന്നില്ല കേട്ടോ. അങ്ങനെയൊന്നും കിട്ടില്ല. ഇതിന് സമയമുണ്ട്. നമ്മൾ കൃത്യമായി റെഡി ആയാലേ വരുള്ളൂ. അതുകൊണ്ട് അത് വിഷയമല്ല. പക്ഷെ നമ്മൾ ടാസ്കുകൾ തരുന്നത് വെച്ചാൽ ഇത് ചെയ്ത് നോക്കുക, പ്രാക്ടീസ് ചെയ്തെടുക്കുക. ഇപ്പോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വരുമ്പോഴൊക്കെയാണ് ടാസ്കുകൾ വരുന്നുള്ളത്. അപ്പോഴാണല്ലോ നമുക്ക് ക്രിയേറ്റിവിറ്റിയും 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ദിവസം അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യണം. മാത്രമേ നമുക്ക് പോസ്റ്റർ ക്രിയേഷനും ഒക്കെ എല്ലാം അത്യാവശ്യം ഐഡിയ അറിഞ്ഞിരിക്കണ്ടേ, ഇതെങ്ങനെയാണ് ചെയ്യുന്നതല്ല. ക്രിയേറ്റിവിറ്റി ഇല്ലെങ്കിലും ഐഡിയ അറിഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ എന്താ നമുക്ക് ഇപ്പൊ സപ്പോർട്ടിങ് കുറെ സ്റ്റാഫുകളുണ്ട്. ഇപ്പൊ നമുക്ക് സോഷ്യൽ മീഡിയ ചെയ്യാൻ സ്റ്റാഫുകളുണ്ട്. കസ്റ്റമറെ കൺവേഴ്സ് ചെയ്യാൻ നമ്മൾ പോകേണ്ട, അതിനൊക്കെ കിടലം ടീമുകളുണ്ട്, ഒക്കെ ഉണ്ട്. അതൊക്കെ എത്തുന്നത് വരെ നമുക്ക് ഹാൻഡിൽ ചെയ്യണ്ടേ. അത് അറിഞ്ഞിരിക്കണമല്ലോ എന്താണ് സംഭവിക്കുന്നത്. കാരണം അതൊക്കെയാണ് പഠിപ്പിക്കുക. അത് കൃത്യമായി ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ്. സാർ, എല്ലാ കോച്ചിങ്ങിലും മെഡിറ്റേഷൻ ഒക്കെ വരുന്നുണ്ടോ? മെഡിറ്റേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ള പഠിപ്പിക്കലൊക്കെ ഉണ്ടോ അതിനകത്ത്? ഇല്ലില്ല, അത് നിങ്ങളുടെ നിഷ് പോലെയല്ലേ. നിങ്ങൾക്ക് നിങ്ങളുടെ നിഷ് ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെ കണ്ടന്റ്സ് വേണമെന്ന് ഡിസൈഡ് ചെയ്ത് നിങ്ങളല്ലേ. നിങ്ങൾ ഏതിനെയാണ് കോച്ച് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള കാര്യമല്ലേ അതിനകത്ത് കൊടുക്കുള്ളൂ. ഇപ്പൊ ഞാൻ ചെയ്യുന്നത് എന്റെ കോച്ചിങ് നിഷ് എന്ന് പറയുന്നത് ഹാപ്പിനെസ് ആണ്. ഐ എം കോച്ചിങ് പീപ്പിൾ ഹൗ ടു ബിക്കം ഹാപ്പി, അല്ലെ? അപ്പോൾ അതായത് ഹാപ്പി വേണമെങ്കിൽ ഞാൻ മൈൻഡ് ട്രെയിനർ ആവണം. മൈൻഡല്ലേ കണ്ടന്റ്സ്. മൈൻഡ് ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ടാണ് ഞാൻ മെഡിറ്റേഷൻ ചെയ്യുന്നത്, സ്പിരിച്വാലിറ്റി പഠിപ്പിക്കുന്നത്. മൈൻഡ് ട്രെയിനിങ്ങിന് വേണ്ട കാര്യങ്ങളാണ് ഒന്ന് സ്പിരിച്വാലിറ്റി, ഒന്ന് നമ്മൾ കോൺഷ്യസും സബ് കോൺഷ്യസ് മൈൻഡ് തിരിച്ചറിയുക, മൈൻഡ് പ്രോഗ്രാമിംഗ് അറിയുക, സ്പിരിച്വാലിറ്റി ആവുക, ഹെൽത്തി ആയിരിക്കുക, വെൽത്തി ആയിട്ടിരിക്കുക, റിലേഷൻസ് ഉണ്ടാവുക. ഇതൊക്കെ നമ്മുടെ ഹാപ്പിനെസിന്റെ പാർട്ടാണ്. അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് റഫീഖ് ഇപ്പൊ കരിയറിനെ പറ്റിയാണ് സംസാരിക്കുന്നതെങ്കിൽ കരിയർ ഡെവലപ്മെന്റിനും കരിയറിന് വേണ്ടിയിട്ടുള്ള പഠിത്തത്തിന് വേണ്ടിയിട്ടുള്ള എഫേർട്ടുകളും അങ്ങനെയുള്ള അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ലേ പഠിപ്പിച്ചു പോകും. അങ്ങനെയാണ്. അതുകൊണ്ടാണ് നിശ്ചയ ഫൈൻഡ് ചെയ്യുന്നത്. എല്ലാം പറ്റില്ലല്ലോ. ഇപ്പൊ ഞാൻ മൈൻഡ് ട്രെയിനിങ് പഠിപ്പിക്കുമ്പോൾ NLP പറ്റി ഞാൻ എന്താ പഠിപ്പിക്കാത്തത്? NLP അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. പക്ഷെ ഐ എം നോട്ട് ട്രെയിനിങ് എനിബഡി NLP ബിക്കോസ് ഞാൻ പഠിപ്പിക്കുന്നതിനകത്ത് NLP ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ NLP ആ വേർഡ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ നമ്മളെ സ്പിരിച്വൽ അല്ലെങ്കിൽ നമ്മളെ എനർജിയെ പറ്റി സ്ഥിരമായി പറയുമ്പോൾ രേക്കിയെ പറ്റി എന്താ പറയാത്തത്? രേക്കി ഈസ് എനർജി ഹീലിംഗ് ആണ്. പക്ഷെ ഞാൻ അതിനെ പറ്റി പറയുന്നില്ല എന്ന് വെച്ചാൽ ബിക്കോസ് ഇറ്റ്സ് ഡിഫറെന്റ് ഫ്രം മൈ നിഷ്. അതുകൊണ്ടാണ്. അങ്ങനെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പൂർണ്ണമായിട്ട് ഞാൻ കോഴ്സ് എടുക്കുക, ഡിജിറ്റൽ മാർക്കറ്റിംഗ് നന്നായിട്ട് അറിയുന്നതുകൊണ്ട് ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിപ്പിക്കാൻ പോകില്ല. കാരണം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാത്രമേ പഠിപ്പിക്കുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ള സാധനം. ഇത്രയേ ഉള്ളൂ. ചോദിച്ചോ അടുത്ത. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ള ആൾക്ക് ഉടനെ തന്നെ ജോയിൻ ചെയ്യാം. ഓൾറെഡി 2-3 സ്റ്റുഡൻസ് ഓൾറെഡി ഇന്നാണ്. 3 പേര് ഓൾറെഡി ജോയിൻ ആണ്. ബാക്കിയുള്ളവർക്ക് ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യാം. ചെറിയൊരു എമൗണ്ട് മാത്രമേ ഫസ്റ്റ് വാങ്ങിക്കുള്ളൂ. ആ എമൗണ്ട് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. ജസ്റ്റ് ഫ്രാങ്ക് വിത്ത് യു, നിങ്ങൾ ഡിസൈഡ് ചെയ്യുക എത്രയായിരിക്കും നിങ്ങളുടെ ഫസ്റ്റ് ഇൻകം. എനിക്ക് പറയാൻ അറിയാഞ്ഞിട്ടൊന്നുമല്ലോ കേട്ടോ. ഐ നോ ഹൗ ടു സെൽ മൈ പ്രൊഡക്റ്റ്. അതൊന്നും വിഷയം ഉണ്ടല്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യമല്ലേ ബിസിനസ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലെ, ഫസ്റ്റ് ഞാൻ ഇതിനൊരു ഇനിഷ്യൽ എമൗണ്ട് മാത്രമേ വാങ്ങിക്കുള്ളൂ, അത് കഴിഞ്ഞിട്ടായിരിക്കും. പക്ഷെ ആക്ച്വലി കോച്ച് പ്രോഗ്രാമിന് നല്ല പേയ്മെന്റ് ഉണ്ടാവും. പക്ഷെ ആ പേയ്മെന്റ് ഞാൻ ഇവിടെ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, എന്റെ പർപ്പസ്, ഐ എം നോട്ട് എ സെലിബ്രിറ്റി കോച്ച്. നോ, ഐ എം നോട്ട് എ സെലിബ്രിറ്റി കോച്ച്. എന്റെ പാട്ടേ അല്ലത്. ഞാൻ ഒരു സെലിബ്രിറ്റി ആവാനാണ് എന്റെ ആഗ്രഹം, സെലിബ്രിറ്റി കോച്ച് ആവാനല്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ വാക്ക് ഉപയോഗിക്കുന്നത്. ആദ്യം ഞാൻ സെലിബ്രിറ്റി ആയിട്ട് ഞാൻ കോച്ചാവും, അത് ഇപ്പോഴല്ല. അതുകൊണ്ട് എന്റെ പർപ്പസ് എന്ന് പറയുന്നത് എനിക്ക് കുറെ ആൾക്കാരിലേക്ക് എത്തുക, ആൾക്കാരെ ട്രെയിൻ ചെയ്യുക, അവർ കൂടുതൽ ആൾക്കാരിൽ പോകാന്ന പർപ്പസാണ്. അതുകൊണ്ട് കുറെ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യേണ്ടല്ല. ഇൻവെസ്റ്റ്മെന്റ് എനിക്ക് വേണം നിങ്ങളുടെ
നിങ്ങളുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് മാത്രമാണ് എനിക്ക് പ്രധാനമായിട്ട് ആവശ്യമുള്ളത്. എന്ത് ഇൻവെസ്റ്റ്മെന്റ് ആണ്? ആഗ്രഹവും ആക്ഷൻ വേണം. നിങ്ങളുടെ ബ്രെയിൻ, നിങ്ങളുടെ കറേജ്. ഭയങ്കര എക്കോ ആണല്ലോ. നിങ്ങളുടെ അത് മാത്രമാണ് എനിക്ക് ഹൈ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് വേണം. അത് മാത്രം നിങ്ങൾ ഇവിടെ പ്രൊവൈഡ് ചെയ്താണ്. ബാക്കിയൊക്കെ നമുക്ക് പോസിബിൾ ആണ്. ഓക്കെ, സോ ഹൗ മച്ച്, എത്ര സ്കിൽ, ഓക്കെ, എത്ര വേണം നിങ്ങൾ ഞാൻ കൃത്യമായി ഡിസൈഡ് ചെയ്യാം. യു ക്യാൻ പേ ആൻഡ് സ്റ്റാർട്ട് ഫ്രം 1st of March. ദ ക്ലാസ് വിൽ സ്റ്റാർട്ട് 1st of March. യൂട്യൂബ് വീഡിയോ കാണുന്നവരുടെ ശ്രദ്ധയ്ക്ക്, നിങ്ങൾ അഡ്മിനെ വിളിച്ചോളൂ. പേയ്മെന്റ് അവർ പറയും. ഒരു ചെറിയൊരു എമൗണ്ട് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. വെച്ചാൽ നിങ്ങൾക്കറിയാം ചെറിയ എമൗണ്ട് എന്ന് വെച്ചാൽ ഒന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങൾ എല്ലാവരും ചെറിയ എമൗണ്ട് താഴെ യൂട്യൂബിൽ താഴെ നിന്ന് ടൈപ്പ് ചെയ്യണം. ഞാനിപ്പോൾ ഈ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. കാരണം ഞാൻ പബ്ലിക്കലി ഇതിന്റെ എമൗണ്ട് പറയാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട്. കാരണം അത് മറ്റുള്ളവരെ കോച്ച് ചെയ്യുന്ന എന്റെ കോമ്പറ്റീഷൻ അല്ലെ, എന്നെ പോലെ കോച്ചിങ് ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, അവരെ സംബന്ധിച്ച് അതൊരു വലിയ വിഷയമാവും എന്നുള്ളത് കൊണ്ടും പബ്ലിക്കലായിട്ട് ഞാൻ ആ എമൗണ്ട് പറയാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടും ഒറ്റ കാര്യം ഞാൻ പറയുന്നു. ഇന്ന് കേരളത്തിൽ ഞാൻ എല്ലാത്തിനും ഒരു സ്പെഷ്യലൈസ് എടുക്കുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാവും. എന്റെ ഈ ക്വാളിറ്റി, ഞാൻ നൽകുന്ന ഈ ക്വാളിറ്റിയിൽ ഇന്ന് കേരളത്തിൽ ആരും ഒരു ക്ലാസ്സും പ്രൊവൈഡ് ചെയ്യുന്നില്ലെന്ന് എനിക്ക് 100% ഉറപ്പാണ്. ഈ കോച്ചിങ് ക്ലാസ് മാത്രമല്ല, ഇൻക്ലൂഡിങ് ലോ ഓഫ് അട്രാക്ഷൻ അടക്കം, അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി ആയിക്കോട്ടെ, മെഡിറ്റേഷൻ ആയിക്കോട്ടെ, ഏതൊരു കാര്യം എടുത്ത് കമ്പയർ ചെയ്താലും, അല്ലെ, റഫീഖൊക്കെ പലയിടത്തും പോകുന്നതാണ്, നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കാം. ഞാൻ നൽകുന്ന ഈ ക്വാളിറ്റിയിൽ ഈ പ്രൈസിന് ആരെങ്കിലും മാർക്കറ്റിൽ നൽകുന്നുണ്ടോ? നോട്ട് അറ്റ് ആൾ പോസിബിൾ എന്ന് ഞാൻ കൃത്യമായി പറയും. അതേപോലെ ഈ കോച്ച് ദ കോച്ച് പ്രോഗ്രാമിനും ഒരാളും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കോച്ചും ഇന്ന് കേരളത്തിൽ പേജ് നമ്പർ 1, 2, 3, 4 ഞാൻ ഈ പറഞ്ഞ എമൗണ്ടിൽ ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ ട്രെയിൻ ചെയ്യില്ല. ചിലപ്പോൾ ഉണ്ടാവും, ഓക്കെ, ചെറിയ കാശ് തന്നിട്ട് ഞാൻ കുറച്ച് പഠിപ്പിച്ചു കൊടുക്കാം, അങ്ങനെയല്ല. ഇത് കംപ്ലീറ്റ് പാക്കേജാണ്. നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് ഇപ്പോൾ പഠിക്കുന്ന ക്യാൻവയും അല്ലെങ്കിൽ ഫോട്ടോഷോപ്പും ഇത് മാത്രം പഠിക്കുന്നതിന് ഇപ്പൊ കൊടുക്കുന്ന എമൗണ്ടിനേക്കാൾ കുറവായിരിക്കും ഈ കംപ്ലീറ്റ് പാക്കേജിന് ഞാൻ വാങ്ങിക്കുന്ന കാര്യത്തിൽ. ഇത് മാത്രമാണ് ഇപ്പോൾ പറയുന്നത്. ബാക്കി അപ് ടു യു. ബാക്കി ഞങ്ങൾ ക്ലാസ് ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു, റെക്കോർഡിംഗ് വൈൻഡപ്പ് ചെയ്യുന്നു. പിന്നെ ബാക്കി നിങ്ങളുടെ യൂട്യൂബ് കാണുന്നവര് അഡ്മിനുമായി ബന്ധപ്പെട്ട് ഫിക്സ് ചെയ്തോളൂ. പക്ഷെ 1-ാം തീയതി റെഡിയാവുക മാത്രം അറിയിച്ചോളുന്നു. നന്ദി, നമസ്കാരം.